الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ എല്ലാ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും മുഴുവൻ വിധിവിലക്കുകളെയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം നിർവഹിച്ച മുഴുവൻ കർമ്മങ്ങളെയും വീഴ്ചകളില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അസ്ർ കഴിഞ്ഞാൽ മഗ്രിബിന് നോമ്പ് തുറക്കാം എന്നൊരു സമാധാനം കുട്ടികൾക്ക് വിശിഷ്യ ഉണ്ട്. നമുക്ക് കുട്ടികളുടെ അത്ര സന്തോഷമില്ലെങ്കിലും നമുക്കും ഉണ്ടാവാറുണ്ട്. നോമ്പുകാരന്റെ സന്തോഷങ്ങളിൽ അതും ഒരു പ്രധാനപ്പെട്ട സന്തോഷമാണല്ലോ. പക്ഷെ ശരിക്കും നമുക്ക് അതല്ലാത്തൊരു സന്തോഷം കൂടിയുണ്ട്. അസർ കഴിഞ്ഞ് മഗ്രിബിലേക്ക് നീങ്ങുമ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. റമദാനല്ലാത്ത മാസങ്ങളിൽ ഉണ്ടാകാറുള്ള വന്നു പോവാറുള്ള തിന്മകളൊന്നും ഇന്ന് വന്നിട്ടില്ല. അതുകൊണ്ടൊരു ആശ്വാസവും ഒരു ആസ്വാദനവും നമുക്ക് ഈ ഒരു സമയമായാൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. റമദാൻ കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബദർ അതിന്റെ അലയൊലികളൊക്കെ സംസാരങ്ങളിൽ നിന്നും പാഠങ്ങളിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നെനിക്കതല്ല സംസാരിക്കാനുള്ളത്. എങ്കിലും അതിന്റെ ഒരു സമീപ ദിവസത്ത് നിൽക്കുമ്പോൾ
നമുക്കൊക്കെ പറയാനും കേൾക്കാനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് പല ആഘോഷങ്ങൾക്കും ഉള്ളതാണ് എങ്കിലും സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ജീവിതപരമായ ഒരു കാര്യമാണല്ലോ. നമുക്ക് കേൾക്കാനും പറയാനുണ്ട്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതമായിരുന്നു. നോമ്പ് നിർബന്ധാക്കി അതേ കൊല്ലം തന്നെയാണ് ബദറും നടക്കുന്നത്. റമദാൻ മാസത്തിൽ അതേ മാസത്തിൽ തന്നെയാണ് ബദറും നടക്കുന്നത്. റമദാൻ 17 ഒരു വെള്ളിയാഴ്ചയായിരുന്നു ബദർ നടന്നിരുന്നത് എന്നാണ്. അതും വെള്ളിയാഴ്ചയായിരുന്നു ബദർ നടന്നിരുന്നത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് ആ ഡേറ്റും ദിവസമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ബദരീങ്ങളെ വല്ലാതെ അവരുടെ ആദർശത്തെ സ്നേഹിച്ചുകൊണ്ട് അവരെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനിന് സുരക്ഷയൊരുക്കാം എന്നാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ നമ്മളെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ദീനിന് ഇപ്പൊ എന്തോ ഒരു ഭീഷണി ഉണ്ടോ എന്നുള്ളത്. ദീനിന് ഭീഷണി ഒന്നും ഉണ്ടാവില്ല, കാരണം അത് അള്ളാന്റെ ആണല്ലോ, അള്ള സംരക്ഷിച്ചോളൂ. പക്ഷെ നമ്മുടെ ദീനിന് ഭീഷണി ഉണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അള്ളാന്റെ ദീന് ലോകത്ത് നിലനിൽക്കും. അത് ഇനി ആര് തലകുത്തനെ മറിഞ്ഞിട്ടും കാര്യമില്ല. ഏത് വമ്പൻ സാമ്രാജ്യങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അള്ള പറഞ്ഞിട്ടുണ്ട്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവര് വായ കൊണ്ടാണ് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്, പക്ഷെ പടച്ചോന്റെ പ്രകാശമാണ്. ലൈറ്റുമൊക്കെ ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഊതിയിട്ട് കാര്യമില്ലല്ലോ. എന്ന പോലെ അത് അള്ളാന്റെ പ്രകാശമാണ്. അള്ളാന്റെ പ്രകാശത്തെ അവർ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇത് അള്ളാഹ് ആളിക്കത്തിക്കുന്നതാണ്. അതുകൊണ്ട് പടച്ചോന്റെ ദീന് ലോകത്ത് നിലനിൽക്കുന്ന വിഷയത്തിൽ നമ്മള് കാര്യമായിട്ട് പണിയെടുക്കൊന്നും വേണ്ട. നമ്മൾ സ്വന്തം ദീനിന് സുരക്ഷയൊരുക്കാൻ, അതാണ് ഇന്ന് നമ്മുടെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം, അപ്പൊ ദീനിന് ഭീഷണി ഉണ്ടോ എന്നുള്ളതാണ്. ദീനിന് ഭീഷണി ഉണ്ടോ ഇല്ലേ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. പണ്ട് ഇവിടെ പഴമക്കാരിയ്ക്കുന്നുണ്ട്. പണ്ട് ഈ വീടിന് അതിരും അതല്ലെങ്കിൽ വേലിയും മതിലൊന്നും കെട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. കുറച്ചു കാലം മുമ്പൊന്നുമല്ല, പഴമക്കാർക്കാവും അത് പരിചയം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അന്ന് വീടിന് അതിർത്തികളോ അതല്ല എങ്കിൽ മതിലുകളോ ഒന്നും കെട്ടാത്തൊരു കാലത്ത് ഒരു തെങ്ങും തൈ നടണമെങ്കിൽ ആ തെങ്ങും തൈ ഒരു കുഴിയെടുത്ത് അതിൽ നട്ട പിന്നെ അതിന്റെ ചുറ്റും ഒരു വേലി കെട്ടലുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, പഴമക്കാര് അതറിയാൻ. നമ്മളൊക്കെ പുതിയ തലമുറയിൽ ഒരു പക്ഷെ അത് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ആ തെങ്ങും തയ്യിന് ചുറ്റുവേലി കെട്ടുന്ന എന്താന്ന് വെച്ചാൽ തെങ്ങ് ചാടി പോണേനല്ല, മറിച്ച് ആ തെങ്ങും തയ്യിന്റെ ഇലകളൊന്നും ഒരു നാൽക്കാലികൾ വന്ന് കടിച്ച് അതിനെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നതുപോലെ ചില സമയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ദീനിനൊന്ന് വേലി കെട്ടേണ്ട സമയം, ദീനിന് വേലി കെട്ടേണ്ട സമയം. കാരണം ഒരു ഭീഷണി ഉണ്ടാവുമ്പോഴാണ് നമ്മളൊന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക. കോവിഡ് വന്നപ്പോ, കൊറോണ വന്നപ്പോ നമ്മളിങ്ങനെ മാസ്ക് ഇട്ട് കൈയടക്കിടക്ക് കഴുകി വല്ലാതെ പുറത്തിറങ്ങാതെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പാലിച്ച് നമ്മളിങ്ങനെ ജീവിക്കണം. ഇങ്ങോട്ട് വരാൻ പാടില്ല, എനിക്ക് ബാധിക്കാൻ പാടില്ല, എന്റെ കുടുംബത്തിലേക്ക് കയറി വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അകറ്റി നിർത്തി നമ്മളിങ്ങനെ സുരക്ഷയൊരുക്കുകയായിരുന്നു. കാരണം അത് മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു പ്രകൃതാണ്. ഓരോ സാഹചര്യത്തിലും കടന്നു വരുന്ന ഭീഷണിക്കെതിരെ അവന്റെ ബുദ്ധി കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് അതൊരു മനുഷ്യന്റെ പ്രകൃതാണ്. എന്നതുപോലെ പുതിയൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മതത്തിനാണ് കൂടുതൽ ഭീഷണിയുള്ളത്. മതത്തിന് കൂടുതൽ ഭീഷണി, നമ്മുടെ മതത്തിന് ഭീഷണിയുണ്ട്. ആ മതം നമ്മിൽ നിന്ന് ഇല്ലാതാകാതിരിക്കാൻ മതത്തിന് ചില സമയങ്ങളിൽ നമ്മൾ വേലി കെട്ടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മതത്തെ അങ്ങനെ സംരക്ഷിക്കേണ്ടതുണ്ടോ, മതം പോയാൽ എന്താ എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മള് അള്ളാന്റെ ദീന് മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇതിന്റെ ഒരു സംരക്ഷണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. ഒന്നുമില്ല, റസൂലുള്ളാഹിക്ക് ഭൃത്യവേല ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവിടെ ആ വീട്ടിൽ. അവനൊന്ന് അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സന്ദർശിക്കാൻ പോയതാണ്.
നബി കയറി ചെന്ന് അവന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനിടക്ക് അവനോട് പറഞ്ഞു മുസ്ലിം ആവണം എന്ന്. അപ്പൊ അവൻ ഇങ്ങനെ ബാപ്പയായ ജൂതന്റെ മുഖത്തേക്ക് നോക്കി. അവനറിയാം ഇസ്ലാമാണ് ശരിയെന്ന്. പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന ആളാണ്. പിതാവ് പറഞ്ഞു അബുൽ ഖാസിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് അബുൽ ഖാസിം, ഇവിടെ ഒരു പേര് കൂടിയായിരുന്നു ഖാസിമിന്റെ ബാപ്പ എന്ന് നമുക്കറിയാം. അബുൽ ഖാസിമിനെ അനുസരിച്ചേക്കുക എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് ഷഹാദത്ത് ചൊല്ലി എന്ന് ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് അങ്ങനെ എണീറ്റു. ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരിക. നബിന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹ് ഒരു സ്തുതി അർപ്പിച്ചു. ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്കാവുന്ന സർവസ്തുതിയും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഷഹാദത്ത് വേണം, ഹിദായത്ത് വേണം, ഇസ്ലാം വേണം, മുസ്ലിം വേണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാന്റെ അടുക്കല് ഇസ്ലാമെ സ്വീകരിക്കുള്ളൂ, അല്ലാത്തോണ്ട് കാര്യമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹിദായത്തും ഇസ്ലാമും മുസ്ലിമും ആവുക എന്നുള്ളത് അള്ളാഹു തന്ന തൗഫീഖാണ്. നമുക്കൊക്കെ അത് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്തിട്ട് അള്ളാഹ് നമുക്കത് തന്നത്? നമ്മൾ എന്ത് ചെയ്തിട്ട് നമുക്ക് അള്ളാന്റെ ദീനിന് എന്ത് ചെയ്തു കൊടുത്തിട്ട് അള്ളാഹ് നമുക്കത് തന്നത്? ഇത് അള്ളാന്റെ ഔദാര്യമാണ് നമുക്ക് തന്നതാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി, അവന്റെ ഔദാര്യമായി, അവന്റെ നിഅമത്തായി നമുക്ക് തന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് കിട്ടാൻ എന്താണ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത്? നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറയാൻ പോണതൊന്നും നിങ്ങൾ കേൾക്കാത്തതൊന്നും ആവില്ല. എന്നാലും ഞാനതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾ ആലോചിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് തലകുത്തുമ്പോൾ, പ്രസവിക്കപ്പെടുമ്പോൾ ബാപ്പ ലോകത്തുനിന്ന് പോയിപ്പോയി. പിന്നെ ഉമ്മയുള്ളത്. നമ്മളിതിങ്ങനെ കഥ വായിച്ചു പോകുക എന്നുള്ളതിലപ്പുറം മുഹമ്മദ് നബിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്നത് കണ്ടുനോക്കണം. ബാപ്പല്ലാത്തതിന് ജനിക്കുമ്പോ തന്നെ ബാപ്പ പോയിട്ടുണ്ട്, ബാപ്പ ഇല്ല. ഇപ്പൊ നമ്മളോടൊക്കെ ബാപ്പനെ കുറിച്ച് 4 വർത്താനം പറയുമ്പോ ബാപ്പയൊക്കെ കുറെ കൊല്ലം മുമ്പ് മരിച്ചാൽ നമ്മളെ മനസ്സിലൊരു ചിത്രമുണ്ട്, ബാപ്പാന്റെ ഉണ്ടാവൂല. പക്ഷെ ബാപ്പനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലേക്ക് എന്ത് ചിത്രമാണ് അള്ളാന്റെ റസൂൽ കൊണ്ടുവരുന്നത്? അള്ളാന്റെ റസൂൽ ബാപ്പനെ കണ്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ ബാപ്പന്റെ ചെറുപ്പത്തിൽ മരിച്ചാലും ബാപ്പയായതുകൊണ്ട് വേറെ പല ആൾക്കാരും പറഞ്ഞാൽ ബാപ്പാന്റെ രൂപം നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷെ അള്ളാന്റെ റസൂലിന് അങ്ങനെ ഒരു മനസ്സിൽ കൊണ്ടുവരാൻ ഒരു ബാപ്പനെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് റസൂലിനെ ജനനം. 6-ാമത്തെ വയസ്സിൽ ഒരു യാത്ര കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ അബവാ എന്നുള്ള സ്ഥലത്ത് 6-ാമത്തെ വയസ്സ്, 6 വയസ്സ് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ വയസ്സ്, നമ്മളെ കുടുംബത്തിലെ കുട്ടികൾ ഇങ്ങനെ കണക്കൂട്ടാറ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായം? 6-ാമത്തെ വയസ്സിൽ മുന്നേ അങ്ങോട്ട് പോയി. എന്റെ അമ്മഞ്ഞ് തിരിച്ചു വരൂല എന്ന് തിരിച്ചറിയാൻ പോലും പ്രായമില്ലാത്ത, പക്വതയില്ലാത്തൊരു പ്രായമാണ് 6. കൂടെ ഉണ്ടായിരുന്ന ഭൃത്യ കയ്യും പിടിച്ച് മക്കയ്ക്ക് വന്നിട്ട് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലേക്ക്, വല്യപ്പന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. 2 കൊല്ലം, 6 മുതൽ 8 വരെ വല്യപ്പ പൊന്നു പോലെ നോക്കി. വല്യപ്പ 8 വയസ്സിലാണ് പോയി. പ്രിയപ്പെട്ടവരാരല്ലത്? അല്ലാഹുവിന്റെ റസൂൽ, നമ്മളെ നബിക്ക് ആരുള്ളത്? പക്ഷെ റസൂൽ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ്, അബ്ദുൽ മുത്തലിബ് ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് മുഹമ്മദ് എന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നോക്കേണ്ടത് ആരാണെന്ന് വല്ലിപ്പ തീരുമാനിച്ചിട്ടാ പോയത്. വല്ലിപ്പാന്റെ തീരുമാനത്തിലുള്ള പേരായിരുന്നു അബൂ ത്വാലിബ് എന്നുള്ളത്. കാരണം അബൂ ത്വാലിബ് എന്നുള്ള ഒരു ബാപ്പന്റെ സഹോദരൻ മാത്രമല്ല റസൂലുള്ളാഹിക്ക് ഉള്ളത്, വേറെ കുറെ ആൾക്കാരുണ്ടായി. എന്നിട്ടും വല്യാപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു പോകുമ്പോൾ എന്റെ അബ്ദുള്ള, എന്റെ കുട്ടി, എന്റെ പേരക്കുട്ടി മുഹമ്മദിനെ നോക്കേണ്ടത് എന്റെ അബ്ദുള്ളയുടെ മറ്റൊരു സഹോദരൻ അബൂ ത്വാലിബ് ആവണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം അബൂ ത്വാലിബിന്റെ ഒരു ഇഷ്ടക്കൂടുതൽ നമ്മളെ റസൂലിനോട് ഉണ്ടായിരുന്നു എന്നാണ്. നമ്മൾ റസൂലിനോട് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ റസൂലുള്ളാഹിന്റെ ഏകദേശം 50 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് അബൂ ത്വാലിബ് മരിച്ചു പോകുന്നത്. അതുവരെയും ശരിക്കും പ്രൊട്ടക്ഷൻ ആരുടേതായിരുന്നു? അബൂ ത്വാലിബിന്റെ. അബൂ ത്വാലിബ് എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല.
8ാമത്തെ വയസ്സിൽ ഏകദേശം 50 കടക്കുന്നതുവരെ നബിക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഉപ്പന്റെ സ്ഥാനത്ത് നിന്ന ഒരാളായിരുന്നു അബൂ ത്വാലിബ്. റസൂലിന് പൂതി ഉണ്ടാവൂല എന്റെ എളാപ്പൊന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന്. നിങ്ങൾക്കറിയോ, ഷഅബ് അബീ ത്വാലിബിലേക്ക് ദീനിന്റെ പേരിൽ അങ്ങോട്ട് മാറ്റി നിർത്തി. മഹല്ല് എന്ത് ചെയ്തു? മാറ്റി വെച്ചു. ഊര് വില, അങ്ങോട്ടും ബന്ധല്ല ഇങ്ങോട്ടും ബന്ധല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ടീമിനെയാണ്, മോമനബിയുടെ കുടുംബത്തെയാണ് അബൂ ത്വാലിബ് അതിലുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ. കച്ചവടക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടപാടില്ല. പണ്ട് നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്നു. പണ്ട്, ഇപ്പോഴൊന്നും വല്ലാതല്ല. പണ്ട് നമ്മളെ നാട്ടില് മഹല്ല് ഊര് വിലക്കിയിരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നതുപോലെ റസൂലുള്ളാഹിയും ആ സംഘത്തെയും കുടുംബത്തെയും മാറ്റിവെച്ചു 2-3 കൊല്ലം. നിങ്ങൾക്കറിയോ, അള്ളാന്റെ റസൂലിനെ അപ്പോഴും കൈവിടാത്ത ഒരാളായിരുന്നു അബൂ ത്വാലിബ്. ഈ എന്റെ റൂട്ടിനാണ് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാ പെർമിഷനും കൊടുത്തത്. കാരണം അബൂ ത്വാലിബിന് അവിടെ നിലയും വരിണ്ടായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു കാലുണ്ട്. ദുഃഖവർഷം എന്ന് പറയും. ദുഃഖവർഷം 2 കാരണമാണ് ആ കൊല്ലത്തിന് ആ പേര് വരാൻ കാരണം. 1, നബിന്റെ ഭാര്യ ഖദീജ ബീവി മരിച്ചു. 2, നബിന്റെ ഈ എളാപ്പ അബൂ ത്വാലിബ് മരിച്ചു. ദുഃഖവർഷം എന്ന് പേരില്ല ചരിത്രകാരന്മാർ എഴുതിയത്. എളാപ്പ മരിച്ചതിന്റെ പേര്, അമുസ്ലിമായ എളാപ്പ മരിച്ചതിന്റെ പേര്. അള്ളാന്റെ റസൂലിനെ അറിയാം, എന്റെ എളാപ്പ ഈ ജീവിതം ജീവിച്ചിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ നരകത്തേക്ക് പോകും. പക്ഷേ വേണ്ടപ്പെട്ട ഒരാൾ, തന്നേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇത് ഒരു ദിവസത്തെ വർത്താനായിരുന്നില്ല. ദിനങ്ങൾ തുടർച്ചയായുള്ള പ്രവാചകന്റെ ജീവിതത്തിലെ സംസാരമാണ്. അവസാന നിമിഷങ്ങളിൽ അബൂ ത്വാലിബ് ലോകത്ത് വിട പറയുന്ന സമയത്തും മക്കയിലെ ഖുറൈശികളെ ശത്രുപക്ഷത്തുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ ചാര നിൽക്കുമ്പോഴും അതിന്റെ സമീപത്ത് വന്ന് പ്രവാചകൻ അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, ഖുൽ യാ അബ്ദുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളാപ്പങ്ങളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം നിന്റേതാണ് സത്യം, പക്ഷേ ഞാൻ പാരമ്പര്യ മതത്തിൽ നിന്നും വിട്ടുപോയവനാണ് എന്ന് എന്റെ നാട്ടുകാർ എന്നെ കുറിച്ച് പറയും. അതുകൊണ്ട് ഞാൻ എന്റെ മതത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ്. റസൂലുള്ള അവിടുന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ റസൂലുള്ളാന്റെ കണ്ണിന്ന് വേദനയുടെ കണ്ണുനീർ വന്നതാണ്. അള്ളാന്റെ ഒരു ആയത്തിറങ്ങി. എന്താണെന്നറിയോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിനെ ഒന്നങ്ങനെ വിമർശിച്ചതാ. നബി, നിങ്ങൾക്ക് വിചാരിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയതല്ലത്. ഇത് അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കാനുള്ളതാണ്. ഞാനത് പറഞ്ഞ എന്തിനാണെന്നറിയാം? നിങ്ങൾ ആലോചിച്ചു, ഞമ്മക്കിത് അള്ളാഹ് തരാൻ എന്താ നമ്മളെ ഉണ്ടായത്? അള്ളാന്റെ റസൂൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകന്റെ ഉപ്പന്റെ സ്ഥാനത്ത് നിന്ന് ദീനിനും നബിക്കും പിന്തുണ നൽകിയ അബൂ ത്വാലിബിന് കൊടുക്കാനുള്ളതല്ല ഇത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചവർക്കാണെന്ന്. ആ നബി വിചാരിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അള്ളാഹ് ഞമ്മക്കിത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്നും 5 നേരം നിസ്കരിക്കാൻ വരുന്നു, ഞാൻ മുസ്ലിം സൊസൈറ്റിയിലുണ്ട്, ഞാനൊരു മുസ്ലിമാണ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ടതെന്നറിയോ? എന്ത് അനുഗ്രഹമാണ് അള്ളാഹ് തന്നതിൽ ഏറ്റവും വലുത് എന്ന് ചോദിക്കുമ്പോ വേറെ എല്ലാം പറയുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ടത് എന്താണെന്നറിയോ? എന്റെ ഹിദായത്ത് അള്ളാഹ് തന്നെ ഇസ്ലാമാക്കാം. നമുക്കറിയാം, ഞാനും ഒരു 2 കൊല്ലം മുമ്പ് വെറുതെ ഒരു വെക്കേഷന് അവിടുത്തെ ഒമാനിലെ പ്രവർത്തകന്മാർ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് വെച്ച് അവിടെ പോയി തിരിച്ചു വന്നപ്പോ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായപ്പോ അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു വോയിസ് ഇട്ടു. ആ വോയിസിൽ എന്താണെന്നറിയാം? അവൻ പറഞ്ഞ എങ്ങനെയാണ്, പിന്നെ ടോയ്ലറ്റിൽ നിസ്കരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ചിരി വരുമല്ലോ കേൾക്കുമ്പോ. ഞമ്മക്കൊരു തമാശ, ടോയ്ലറ്റ് വേറെ ഒരു സ്ഥലമില്ല അള്ളാന്റെ ദുനിയാവിൽ, അള്ളാന്റെ ഭൂമിയിൽ ടോയ്ലറ്റ്. അപ്പൊ ഞാനും ചോദിച്ചു, എന്താ ടോയ്ലറ്റ് നിസ്കരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല? അപ്പൊ അവൻ പറഞ്ഞ്, ഒരു 25 വയസ്സിനടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, എന്റെ പെങ്ങളെ ക്ലാസ്സിൽ പഠിക്കണ ഒരു ആൺകുട്ടിന്റെ, ഡിഗ്രിക്ക് പഠിക്കണ പെങ്ങളാണ്, അവളെ ക്ലാസ്സിൽ പഠിക്കണ ഒരു ആൺകുട്ടിന്റെ സംശയമാണ്, അവൻ ഇസ്ലാം മതം സ്വീകരിച്ചതാണ്.
വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാൻ പറ്റൂല. പറയാൻ പറ്റിയൊരു സാഹചര്യത്തിൽ അവനും പഠിക്കണം. കുറച്ചൊക്കെ കഴിഞ്ഞൊന്നങ്ങനെ സ്റ്റേബിൾ ആണെങ്കിൽ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ദീൻ തന്നെ ഒഴിവാക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ ദീൻ കിട്ടിയതാണ്. എന്നിട്ട് അവൻ പറഞ്ഞെന്താ വെച്ചാൽ, വീട്ടിൽ ഞാൻ പുറത്തു പോയി നിസ്കരിക്കാൻ കഴിയില്ല, കാരണം ഇത് പബ്ലിക്കാക്കാൻ കഴിയില്ല. ഇപ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് എന്റെ റൂമിലാണ് നിസ്കരിക്കാറുള്ളത്. ആരും കാണൂല, ഞാൻ വാതിലടച്ച് നിസ്കരിക്കാറാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഏതുകൊണ്ട് ഈ വീക്കെൻഡിൽ കിട്ടുന്ന ഒരു ലീവിൽ ഇപ്പൊ ഞങ്ങളൊരു ചെറിയ കറക്കത്തിലാണില്ല, ഒരു ഔട്ടിങ്ങിലാണില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് പ്രൈവസി കിട്ടുന്ന കിട്ടുക ഞങ്ങൾ ഒന്നിച്ചിട്ടാണില്ല. അപ്പൊ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരവും കഴിയാൻ നിൽക്കുക. എനിക്കിത് ജമ്മാക്കാൻ പറ്റും, ഇപ്പൊ ജമ്മാക്കാൻ പറ്റും. പക്ഷെ എനിക്കിപ്പോ പ്രൈവസി ഉള്ളത് ആകെ ഒരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റിന്റെ ഉള്ളിൽ കയറി പോകാൻ അവിടേക്കാരും വന്നോക്കില്ല. അതാണ്, അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരിത് കൊണ്ടടക്കാൻ ഇടങ്ങേറാറുണ്ട്. ഇത് കൊണ്ടടക്കാൻ ഇടങ്ങേറാറുണ്ട്. പക്ഷെ നമ്മൾ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ അള്ളാഹ് കൊണ്ടുവന്ന് ജനിപ്പിച്ചത് എവിടെ? ഒരു മുസ്ലിം കുടുംബത്തിലാണ്. നമുക്കൊരു പ്രയാസമല്ലത് കൊണ്ടിറക്കാൻ. അതുകൊണ്ട് ഇത് നിലനിർത്താനുള്ള ശ്രമം. തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. പടച്ചോനെ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കണേ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. ഏത് പ്രവാചകൻ പറയാൻ പറ്റും? ഒരു പ്രവാചകനാണ്. ഏത് പ്രവാചകന്റെ പ്രാർത്ഥന? ഖുർആൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന. തെറ്റിക്കോട്ടെ പറഞ്ഞോളൂ. ഇബ്രാഹിം നബിയുടെ അല്ല, ഒന്നൂരും പറഞ്ഞു, ഗസ് അടിച്ചു. നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ, ആ പ്രവാചകന്റെ പേരിൽ ഒരു സൂറത്ത്, നല്ല കഥ കേൾക്കാൻ. യൂസുഫ് നബി, മാഷാ അല്ലാഹ്, യൂസുഫ് നബിയുടെ പ്രാർത്ഥന. യൂസുഫ് നബി പ്രാർത്ഥിക്ക പഠിച്ചോ. നിങ്ങൾ ആലോചിച്ചു, യൂസുഫ് നബിയെ പ്രാർത്ഥിക്കുക, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ. ആരാ യൂസുഫ് നബി? ചെറുപ്പം മുതൽ എന്നെ പരീക്ഷണത്തിന് വിധേയരായി പോകുന്ന ഒരു പ്രവാചകൻ. പക്ഷെ എല്ലാ പരീക്ഷണത്തിലും വിജയിച്ചൊരു പ്രവാചകൻ. കൂടപ്പറപ്പുകളെ പറ്റിച്ചത്. നാട്ടുകാരാണെങ്കിൽ പ്രശ്നമുണ്ടായില്ല, കൂടപ്പറപ്പുകളെ കൊണ്ട് ആദ്യം വഞ്ചിക്കപ്പെടുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് വന്നിട്ട് വളർത്തപ്പെട്ട കുടുംബത്തിന്റെ അകത്തും തനിക്ക് പ്രതിഷേധങ്ങളും പ്രതികൂലാവസ്ഥകളും ഉണ്ടാക്കി ജയിലിലേക്ക് പോയിട്ടാണ്. പിന്നെ ജയിലിൽ തിരിച്ചു വല്ല എല്ലാം അതിജീവിച്ചു. പരീക്ഷ അള്ള കൊടുത്ത പരീക്ഷയൊക്കെ അതിജീവിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പഠിച്ചോ, എന്നെ മുസ്ലിം ആക്കണേ. നമ്മളൊക്കെ എത്ര വട്ടം പ്രാർത്ഥിക്കേണ്ടി വരും? മുസ്ലിം ആക്കണേ. കാരണം മുസ്ലിം അല്ലാതെ മരിച്ച നരകത്തേക്കാണ്. ഇത് പറയുമ്പോൾ അതിന് സാധ്യത ഉണ്ട് പ്രിയപ്പെട്ടവരെ, സാധ്യത ഉണ്ട്. സ്വഹാബികൾ, പ്രവാചകനോടൊപ്പം ജീവിച്ച ആളുകളിൽ നിന്ന് വരെ മരിക്കുമ്പോൾ നരകത്തിന്റെ അവകാശികളായി പോയ വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. പടച്ചോനെ, ഇസ്ലാമായി എന്നെ നീ മരിപ്പിക്കണേ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കണ ഉപദേശം എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാല് നിങ്ങൾ മുസ്ലിം ആയിട്ട് മരിക്കുക. അതൊരു കൽപ്പനയാണ് നമ്മളോട്, ഒരു കൽപ്പന നമ്മളോട്. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇത് കയ്യൊന്നും പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പോകാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുക, ഇത് വില പിടിപ്പുള്ള ആളാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങിയൊരു കാറ് പോർച്ചിലിങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പുറത്തു പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ നമ്മളെ ഗേറ്റിന്റെ സൈഡ് തട്ടിയിട്ട് അതും അങ്ങനെ ഓരോ വരുമ്പോ നമ്മളെ മനസ്സിലുണ്ട് സ്ക്രാച്ച് വരുമ്പോ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു അടങ്ങാറുണ്ടല്ലോ. കാരണം നമ്മൾ വില കൊടുത്ത് മേടിച്ചതാണ്, നമ്മളിങ്ങനെ കൊണ്ടിറക്കുന്നതാണത്. അതുകൊണ്ട് അതും ഒരു സ്ക്രാച്ച് വരുന്നതും, കുട്ടികൾ കല്ലുകൊണ്ട് അതിന്റെ പരിസരത്തും പന്തുകൊണ്ട് അതിന്റെ പരിസരത്തും കളിക്കുമ്പോ നമ്മൾ എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ സുരക്ഷ ഒരുക്കിയിട്ട് ഓല അവിടെ നിന്ന് മാറ്റുന്ന വെച്ചാൽ അതിന്റെ വില നമുക്കറിയാം. വില അറിയുമ്പോഴേ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവും. എന്നപോലെ നമ്മളെ ദീനിന്റെ വിലയും ഈ ഹിദായത്തിന്റെ വിലയും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ വെച്ചാൽ ഇതിനെ സുരക്ഷ ഒരുക്കാൻ നമ്മൾ ഇതിന് വേലി കെട്ടാൻ നമ്മൾ റെഡിയാവുള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇത് നഷ്ടപ്പെടാതെ നമ്മുടെ മരണം വരെ ഇത് കൊണ്ടുനടക്കണം. കാരണം എന്താന്ന് വെച്ചാല് പിശാച് ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാം? ഓനൊറ്റ അജണ്ടയുള്ളൂ നമ്മളെ വഴി പഠിപ്പിക്കാൻ. നമുക്ക് മരണത്തിലേക്കുള്ള ഒരു പരിധിയുണ്ട്, ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്. അതിന് എത്തുന്നതിന് മുമ്പ് നമ്മളെ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് വഴി തെറ്റിപ്പിക്കാൻ എല്ലാ പണിയെടുക്കാൻ തയ്യാറായിട്ടാണ് ആര് വന്നത്? പിശാച് വന്നത്. അള്ളാഹ് സ്വർഗ്ഗത്തിൽ പുറത്താക്കിയപ്പോ ഓൻ പറഞ്ഞാൽ ഇന്നെന്തായാലും പുറത്താക്കിയല്ലോ, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാനിരിക്കും. എന്നിട്ട് ആ മാർഗത്തിൽ വരുന്ന നിന്റെ അടിമകളുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തിലൂടെയും ഇടതിലൂടെയും രക്തം സഞ്ചരിക്കുന്ന ധമനികളിലൂടെ വരെ ഞാൻ എന്ത് ചെയ്യും? കയറും.
പടച്ചോനെ അനക്ക് കിട്ടുക ശാക്കിരീയങ്ങളായി കിട്ടുക കുറച്ച് ആൾക്കാരെ കിട്ടുള്ളൂ, കുറച്ചാൾക്കാരെ അള്ളാഹ്ക്ക് എത്തിയുള്ളൂ, ശുക്ർ ചെയ്യുന്നവരായി കിട്ടുള്ളൂ എന്ന് തന്നെയാണ്. എന്നിട്ട് ഓം വരും. നിങ്ങൾ ആലോചിച്ചപ്പോഴേ നമ്മളൊരു 60 ആൾ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഈ 60 ആളുടെ അടുത്തേക്കും പിശാച് വരിക ഒരേ മാർഗം സ്വീകരിച്ചിട്ടല്ല. 60 ആൾക്കാർക്കും 60 തലക്കൊണ്ടാണ് പിശാച് വരിക. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വീക്ക്നെസ് അനുസരിച്ചിട്ടാണ് വരിക. ചില ആൾക്കാർക്ക് സാമ്പത്തികമാവും വീക്ക്നെസ്, ബാക്കിയൊക്കെ റെഡിയാവും. നിസ്കാരത്തിനുണ്ട്, ബന്ധങ്ങൾ റെഡിയാണ്, സ്വഭാവം റെഡിയാണ്, എല്ലാം ഓക്കെ. ഇടപാടുകൾ പ്രശ്നമാവും. പിശാച് അവന്റെ അടുത്ത് വരെ എങ്ങനെ വരും? അത് കൂടെ വരിക. എന്നാ ഇടപാട് റെഡിയാണ്, സ്വഭാവം ഒക്കെ റെഡിയാണ്, വ്യക്തിശുദ്ധിന്റെ വിഷയത്തിലാവും ചിലപ്പോ വീക്കുണ്ടാവും. അപ്പൊ പിശാച് ഓന്റെ അടുത്ത് അത് കൂടെ വരും. ഇങ്ങനെ വന്നിട്ട് പതുക്കെ പതുക്കെ നമ്മളെങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ദീനിൽ നിന്നിങ്ങനെ പുറത്ത് ചാടിപ്പിച്ച് വേറെ റൂട്ട് കണ്ട് കൊണ്ടുപോയിട്ട് അവസാനം നരകത്ത് കണ്ടിട്ട് ഓൻ കയ്യും കഴുകി തിരിച്ചു പോരും. അതിനാണ് പിശാച് ചെയ്യുന്നത്, ശ്രമിച്ചോണ്ടിരിക്കും. അതിന് ഓരോ കാലത്തും അവൻ ഓരോ ആശയവും ആദർശവും ഇസങ്ങളും അതല്ലെങ്കിൽ തോന്നിയാസങ്ങളുമായിട്ട് ആര് വരും? പിശാചും സംഘവും വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അടുക്കളയിൽ നിന്നും കയ്യിൽ കൊടുത്ത ഒരു കുപ്പിയുടെ ഗ്ലാസുമായി ഡൈനിങ് ഹാളിലേക്ക് മേശപ്പുറത്തേക്ക് വരുന്ന 2 വയസ്സുകാരനും അമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കണ പോലെ ഇരുത്തണ്ടല്ലോ, അവിടേക്ക് എത്തോ പടച്ചോനോ അവന്റെ കയ്യെന്ന് വീഴോ എന്നതുപോലെ കൊണ്ടെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. രാത്രി മുഅ്മിനാവും, പക്ഷെ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇത് ഒറ്റടിക്ക് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില ആൾക്കാർ ഒറ്റടിക്ക് ദീന് വിട്ടുപോകും, ചിലപ്പോ നമ്മൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പതുക്കെ പതുക്കെ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ കുറച്ച് കാലം കൊണ്ടാവും അങ്ങനെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ വ്യക്തിപരമായ ദീനിന്റെ സുരക്ഷയൊരുക്കാൻ തയ്യാറാവേണ്ടത്. അതിൽ ഒന്നെന്താന്ന് വെച്ചാൽ, ഒന്ന് വേണ്ടത് നമ്മൾ വിശ്വാസപരമായി കുറച്ചൊന്ന് സ്ട്രോങ് ആവണം, ഒരു യഖീനുള്ളവരാണ്. നമ്മൾ സാധാരണ മലയാളീകരിച്ച് പറയുന്നത് പദാണ്, ഓർക്കൊരു യഖീനില്ല. ആ യഖീനുള്ളവരായി നമ്മൾ മാറണം. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്. ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ. വിശ്വസിച്ചവരെന്ന് ആരെ അല്ലാഹു വിളിക്കുക? അള്ളാഹിൽ വിശ്വസിച്ച, പരലോകത്തിൽ വിശ്വസിച്ച, പ്രവാചകന്മാർ വിശ്വസിച്ച, മലക്കളിൽ വിശ്വസിച്ച, ആഖിറത്തിൽ വിശ്വസിച്ചവരാണ് വിശ്വാസികൾ എന്ന് വിളിക്കുക. എന്നിട്ട് അള്ളാഹ് നമ്മളെ വിളിച്ചിട്ടു, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്. വീണ്ടും അള്ളാഹ് നിങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കണം. ആദ്യം വിശ്വാസികളെ എന്ന് വിളിച്ച് നമ്മെ അഭിസംബോധന ചെയ്തിട്ട് അള്ളാഹ് വീണ്ടും പറയണം ആമിനൂ ബില്ലാഹ്, നിങ്ങളൊന്ന് അള്ളാഹിൽ വിശ്വസിക്കണം. അതിനർത്ഥം എന്താ പ്രിയപ്പെട്ടെ? നമ്മൾ തഫ്സീർ ഒന്നും വായിച്ചിട്ടില്ല. ഇതെന്ന് നമുക്കൊരു പൊതുവായി കിട്ടുന്നതാണ്. നമ്മളിപ്പോ നിൽക്കണം നിലനിൽപ്പുണ്ടല്ലോ, ഇതൊന്ന് കുറച്ച് എപ്പോഴും ഇങ്ങനെ നിന്നാൽ പോരാ. ഇന്നിങ്ങനെ വിശ്വാസപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കയറ്റണ്ട. എന്താവും പ്രിയപ്പെട്ടെ? നോക്കിയേക്കും, നാട്ടിൽ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ഒരേ ദർജയില ഈമാന്റെ വിഷയത്തിൽ അല്ല. നിങ്ങൾ ആലോചിച്ച്, നമ്മളത്ര ദീന് കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ കൂടെ പണിയെടുക്കണില്ലേ? നമ്മളെ കുടുംബത്തിന്റെ അകത്തില്ലേ? നമ്മളെ വീട്ടിന്റെ ചുറ്റുവട്ടങ്ങളിലുണ്ട്, നമ്മളെ ജോലിക്കാരെ കൂട്ടിലെത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ദീനും കേൾക്കാൻ സാധ്യതയില്ലാത്ത, പരിസരങ്ങളില്ലാത്ത ആളുകളെ പോലെ ആയാൽ മതി ദീനൊക്കെ കേൾക്കുന്ന അവസരങ്ങളുള്ള നമ്മൾ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ദീനിൽ നിന്ന് എപ്പോഴും ഒരേ സ്റ്റാൻഡിൽ നിന്നാ പോലെ കുറച്ചിങ്ങൾ കയറി കിടന്ന ഈ ആയത്തിൽ അള്ളാഹ് ഈമാൻ കാര്യത്തിൽ എല്ലാതും പറയുന്നത്. ഈമാൻ കാര്യം നമുക്കറിയാം, അള്ളാഹുവിൽ വിശ്വാസം തുടങ്ങി ഏറ്റവും 6 കാര്യങ്ങൾ, ആ 6 കാര്യങ്ങളും ഈ ആയത്തിൽ അടുത്ത ആയത്തിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിലൊക്കെ നിങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആകണമെന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കിയേക്കും, നമ്മളെ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന വേണ്ട പ്രായം ചെന്ന ബാപ്പി ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളെ കുടുംബത്തിൽ. അവരോട് പോയിട്ട് നമ്മളൊന്ന് ചോദിക്കുകയാണ്, മേ പടച്ചോൻ എവിടെയാണ്, അള്ള എവിടെയാണ്? അപ്പൊ പ്രായം ചെന്ന, കുറച്ച് ദീനിനൊന്നും സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന ആളുകൾ പറയും, ഇപ്പത്തൊരു പുതിയ ചോദ്യം കൊണ്ടുവന്നു, പടച്ചോ എവിടെയാണ് എന്ന്. ചിലവര് പറയാം അള്ള എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്. എന്നാ പ്രിയപ്പെട്ടവരെ, ശരിയുത്തരം ഞമ്മക്കറിയാം. എന്നാൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അതറിയോ? മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു നബിന്റെ അടുക്കൽ വന്ന ഒരു പ്രശ്നം സോൾവ് ആക്കാനാണ്. അടിമ സ്ത്രീ ഒന്ന് തല്ലി, കാരണം ഉണ്ടായിരുന്നു. മാത്രല്ല അപ്പം പറ്റിപ്പോയതുമാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പശ്ചാത്താപം തോന്നുന്നു. അപ്പൊ നബിന്റെ അടുക്കൽ വന്നത്, നബി എന്താ വേണ്ടത്?
ഞാൻ മോചിപ്പിക്കട്ടെ. മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് കൊടുത്തിട്ട് വലിയ സമ്പത്താണത്, അടിമ. അതിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സമ്പത്ത് ഇങ്ങനെ സ്വതക്കെടുത്തില്ല, വമ്പൻ സമ്പത്ത്. അപ്പൊ നബി പറഞ്ഞു, ഏതായാലും തീരുമാനിച്ചല്ലേ, ഒന്ന് കൊണ്ടുപോവാ. അവളെ കൊണ്ടുവരപ്പെട്ടു. നബി 2 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തേത് അയിനല്ലാന്നായിരുന്നു, അല്ല എവിടെയാണ്. രണ്ടാമത്തേത് മൻ അന, ഞാൻ ആര് എന്ന്. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിട്ട് വന്നു. ഫിസ്സമാൻ, ആകാശത്തിന് ഉപരിയിലാണ്, 7 ആകാശത്തിന് അപ്പുറാണ്. അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് കേട്ട് നബി മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയ മുഅ്മിന, ഇവള് സത്യവിശ്വാസിനിയാണ്, അവളെ മോചിപ്പിച്ചേക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിയെങ്കിലും, അയിനല്ലാ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഇസ്ലാമിലുള്ളൂ. ആ ഇസ്ലാം തെറ്റി, ആ ഉത്തരം തെറ്റിയാലോ നമ്മളെ ഭാര്യന്റെ മറുപടി എന്താവും ഈ ചോദ്യത്തിന്റെ മുമ്പിൽ? നമ്മുടെ കൂടപ്പറപ്പുകളിൽ പല ആളുകളോടും ഇത് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താവും? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളെ ദീന് നിലനിർത്തണമെങ്കിൽ നമുക്കുള്ള ഒന്നാമത്തെ മാർഗം തരും നമ്മുടെ ഈമാൻ കാര്യങ്ങളായിട്ട് തറയ്ക്കുക എന്നുള്ളതാണ്. തറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ പണ്ട് മദ്രസ പഠിച്ചതാണല്ലോ, പിന്നെ അൻതുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി എന്ന് തുടങ്ങുന്ന 6 ഈമാൻ കാര്യം. മലക്കുകളിലെ വിശ്വാസം ഈമാൻ കാര്യം. വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ എടുക്കാം. ഈ വിശ്വാസകാരില്ലേ നമുക്ക് ഈമാൻ ഇല്ല എന്നർത്ഥം. എന്താണ് മലക്കുകളിലെ വിശ്വാസം നമുക്ക് വേണ്ടത്? മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. അതിൽ എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ദീനെ നമുക്ക് കൊണ്ട് നടക്കണമെങ്കിൽ വിശ്വാസപരമായി നമ്മളൊന്ന് സ്ട്രോങ് ആയേ പറ്റൂ. ഇനി ഒന്നും വേണ്ട. കുറച്ച് കൊല്ലം മുമ്പ് ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണ്. ആ കുട്ടി ചോദിക്കുക, കുറച്ച് കൊല്ലം മുമ്പ്, ഈ അടുത്ത 1-2 കൊല്ലം മുമ്പ്, പിന്നെ പഠിച്ചോണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് ഈ ചോദ്യം പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അവരെ ട്രെൻഡ് മതനിരാസവും ദൈവനിഷേധവുമാണ്. നമ്മളൊരു മോന് കോളേജിൽ പഠിക്കണ, ഹയർ സെക്കൻഡറി പഠിക്കണ നമ്മളെ കുട്ടി നമ്മളോട് വന്ന് ചോദിക്കണം, വാപ്പേ അള്ളയൊക്കെ ഉണ്ടോ? ആത്മാർത്ഥമായ ചോദ്യം. കാരണം ഓൻ ജീവിക്കണോ, ഓന്റെ ക്യാമ്പസിനും ചുറ്റുവട്ടത്തും ഇതാണ് ഓൻ കേൾക്കണോ എന്നൊക്കെ നമ്മളോട് വന്ന് ചോദിക്കണം. അള്ള ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശാസ്ത്രീയമായി തെളിയിക്കുക എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടത്, നമുക്കിത് ഉണ്ട് എന്നറിയാം ഒക്കെ അറിയാം. പക്ഷെ ആ ചോദിക്കുന്ന കുട്ടിന്റെ ഭാഷയിലും അവന് മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ കുട്ടികൾ എന്ത് വിചാരിക്കും? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീനെ സംരക്ഷിക്കാൻ ദീനിനെ മുറുകെ പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഒന്ന്, നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ നിലപാടുകളും കൃത്യമായ വിവരങ്ങളും ഒരു യഖീനും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ കാത്തിരിക്കുകയാണ്, നബിനെ കാത്തിരിക്കുക. റസൂല് വന്നു. നബി എന്ന് നമ്മളെ വീട്ടിലൊരു സംഭവം നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യന്റെ മുമ്പിൽ ഇങ്ങനെ കേൾക്കാൻ ഇരുന്നൊടുക്കുക. ഭാര്യ പറയുന്നത് കേൾക്കാൻ ഇരുന്നൊടുക്കുക. ഇന്നത്തെ പ്രശ്നം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളും കുടുംബത്തിന്റെ അകത്താണ്. ഇന്ന് അള്ളാന്റെ റസൂൽ, എല്ലാ തരത്തിലുള്ള അള്ളാന്റെ റസൂല് ആയിഷാ ബീവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നൊടുക്കണം കേൾക്കാൻ. ആയിഷാ ബീവി ഇങ്ങനെ കഥ പറയാണ് വീട്ടിൽ നടന്നത്. ഇന്ന് നമ്മളെ വീട്ടിക്ക് 2 പെൺകുട്ടികളെ കൊണ്ട് ഒരു ഉമ്മ വന്നത് വിശപ്പാണ് പോലെ നമ്മളെ മുറ്റത്തേക്ക് എത്തിച്ചത്. എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാം നമ്മളെ വീട്ടിൽ എന്തെല്ലാം, എന്നാലും വീട്ടിന്റെ ഉള്ളിലുള്ള ഈത്തപ്പഴം ഞാൻ കൊടുത്തു. ഉള്ള ഈത്തപ്പഴം കുട്ടികൾക്ക് വീതം വെച്ചിട്ട് ഒരു ചെറിയ ഭാഗം ഉമ്മ എന്ത് ചെയ്തു, വായിലേക്ക് ഇടാൻ നിൽക്കുകയാണ്. കുട്ടികളെ കയ്യിലുള്ളത് വേഗം അവർ ഭക്ഷിച്ച് വിശപ്പിലേക്കൊന്നും ആകാത്തോണ്ട് ഉമ്മന്റെ കയ്യിലുള്ള ലക്ഷ്യം വെച്ച് ഉമ്മനെ തോണ്ടാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കി ഉമ്മന്റെ കയ്യിലുള്ള 2 പകുതിയാക്കിയിട്ട് 2 ആൾക്കും വീതം വെച്ചു കൊടുത്ത അമ്മ കുട്ടികളെ കയ്യും പിടിച്ചിങ്ങനെ പോയി. നബിയെ, ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് വല്ലാത്ത അത്ഭുതവും സങ്കടമൊക്കെ തോന്നി. ഒരു ഉമ്മന്റെ സ്നേഹമാണ്. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, അള്ളാന്റെ കാരുണ്യം പഠിപ്പിച്ചാൽ അള്ളാന്റെ റസൂല് നമുക്ക് മുമ്പിൽ വെച്ച ഉപമ എന്താണെന്നറിയാം? ഉമ്മന്റെ സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിരൽ ചൂണ്ടി. അടുത്തിരിക്കുന്ന സ്വഹാബത്ത് യുദ്ധം അവസാനിച്ച ആ യുദ്ധ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നോക്കി റസൂലുള്ളാഹി ചൂണ്ടിയെടുത്ത്.
അപ്പൊ ഒരു പെണ്ണിങ്ങനെ ഓടുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ ഓടുന്നു, എന്തോ അന്വേഷിച്ച് ഓടുകയാണ്. അവസാനം ക്ഷീണിതയായി ഇരിക്കും, വീണ്ടും ഊർജം തിരിച്ചെടുത്ത് ഓടും, അങ്ങനെ കരയും. അവസാനം ആ സ്ത്രീയുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടി, ഒരു ചെറു കുഞ്ഞിനെ. സ്വഹാബത്ത് ഇങ്ങനെ ലൈവായി കാണണം ആ ഉമ്മന്റെ സ്നേഹം. മുത്തം കൊടുക്കുന്നുണ്ട്, മാറോട് ചേർക്കുന്നുണ്ട്, അമ്മിഞ്ഞ പാല് കൊടുക്കുന്നുണ്ട്, തുരുതുരാ വീണ്ടും വീണ്ടും ചുംബനങ്ങൾ കൊടുക്കുന്നുണ്ട്. നബി ചോദിച്ചു സ്വഹാബത്തിനോട്, സ്വഹാബത്തെ ആ ഉമ്മ ആ കുഞ്ഞിനെ ആ തീയിലേക്ക് ഇടുമോ? സ്വഹാബത്ത് ഒരു സംശയവും ഇല്ലാതെ നബിനോട് പറഞ്ഞില്ല, നബി ഒരിക്കലില്ല. കാരണം അവരിങ്ങനെ കണ്ടോണ്ട് റസൂൽ ലൈവ് ക്ലാസ് എടുക്കുകയാണ്. റസൂലിന്റെ ക്ലാസിന്റെ പ്രത്യേകത അതാണ്. ഇല്ല നബി, ഒരിക്കലും ആ ഉമ്മ കുഞ്ഞിനിടില്ല. അപ്പൊ റസൂൽ അവർക്കല്ല, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും പഠിപ്പിച്ചു കൊടുത്തൊരു മെസ്സേജാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാളും എത്രയോ ഇരട്ടിക്കിരട്ടി കാരുണ്യാണ് പടച്ചോനെ പടപ്പുകളോടുള്ളത്. നിങ്ങൾ ആലോചിച്ചു, ലോകത്തെ ഭൂരിഭാഗം മനുഷ്യന്മാരും ഉമ്മന്റെ സ്നേഹം അനുഭവിച്ചവരാണ്. ആ സ്നേഹം മുന്നിൽ വെച്ച് അള്ളാന്റെ സ്നേഹത്തെയും അള്ളാന്റെ കാരുണ്യത്തെയും അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചത്. അള്ളാഹ്ക്ക് നമ്മളോട് നമ്മുടെ ഉമ്മനേക്കാളും ബാപ്പനേക്കാളും വല്ലാത്ത ഇഷ്ടവും കാരുണ്യവുമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു, പ്രിയപ്പെട്ടവരെ, ഉമ്മന്റെ സ്നേഹം അനുഭവിച്ച പോലെ നമുക്ക് അള്ളാന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉമ്മന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നതുപോലെ നമ്മൾ അള്ളാന്റെ ഇഷ്ടത്തെ, അള്ളാന്റെ സ്നേഹത്തെ, അള്ളാന്റെ കാരുണ്യത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ കുറവുകളാവും പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. നോക്കിങ്ങൾ, അങ്ങനെയാണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ പടച്ചോനെ നമ്മൾ മനസ്സിൽ കണ്ട് നേരെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് കുറെ വിപ്ലവങ്ങൾ ഉണ്ടാകും. ധാത്തുര്യക്കാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാൻ നബിയും സ്വഹാബത്തും ജയിച്ചിട്ടാ വരുന്നത്. കുറച്ചൊരു വരുന്ന വഴിക്ക് ഒരു ചെറിയ താഴ്വര കിട്ടിയപ്പോൾ റസൂലുള്ളാഹി വിശ്രമിക്കാൻ അനുമതി കൊടുത്തു. അള്ളാന്റെ റസൂലും വിശ്രമിക്കുമ്പോൾ കണ്ണടഞ്ഞു. റസൂലുള്ളാഹി ഒന്ന് ചെറുതായി ഒന്ന് മയങ്ങി. ഇനി പറയാൻ പോലെ നമ്മൾ കേട്ടതാണ്. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ശത്രുഭാഗത്ത് നിന്ന് ഒരാൾ ഇവരെ പിന്തുടർന്നു. നബി കടക്കണ കണ്ടപ്പോ നബിന്റെ വാളെടുത്തിട്ട് നബിനെ കുത്തി എണീപ്പിച്ചിട്ട് ചോദിച്ചു, ആര് രക്ഷിക്കും? ആര്? കാരണം മുന്നിൽ നിൽക്കുന്ന വിവരദോഷിയായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് നബിന്റെ വിലയും നബിന്റെ ഫളലും അറിയില്ല. അയാളൊന്ന് കയ്യിലുള്ള വാളൊന്ന് പ്രവാചകന്റെ തലക്ക് നേരെ വീശിയാൽ അള്ളാന്റെ റസൂലിന്റെ തല നിലത്ത് വീഴും. ഇതൊന്നും അറിയില്ല ആ വിവരദോഷിയായ അയാൾ ചോദിച്ചു, മൻ യമനഉക മിന്നി, ആരാ രക്ഷപ്പെടുത്തുക? അള്ളാന്റെ റസൂൽ ഒരു മറുപടി ആവർത്തിച്ചു പറഞ്ഞു. ആ മറുപടി അള്ളാഹ്. അള്ളാന്റെ റസൂൽ ഒന്നിലധികം തവണ പറഞ്ഞു. അയാളെ കയ്യിൽ നിന്ന് വാള് വാങ്ങുക. നബി വാള് എടുത്തു, തിരിച്ചു ചോദിച്ചു, നിന്നെ ആരെ രക്ഷിക്കുക? അവസാന റസൂൽ വെറുതെ വിട്ടു. പ്രിയപ്പെട്ടവരെ, രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്ന് തൊണ്ടക്ക് മുകളിലുള്ള നാവിൽ നിന്ന് മാത്രമാണ് അള്ളാഹ് വന്നിരുന്നെങ്കിൽ അവിടെ ഒന്നും നടക്കാനില്ല. പക്ഷേ നിറച്ചു വെച്ച കൽബിനകത്ത് നിന്ന് അള്ളാഹ് എന്നുള്ളത് അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ വന്നപ്പോഴാണ് അവിടെ വിപ്ലവം നടക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മത്തിന്റെ പ്രശ്നം ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ഇറങ്ങിയില്ല. അത് ഖുർആനും ഹദീസൊക്കെ പറയുന്നുണ്ട്. നാവുകൊണ്ട് വിശ്വസിച്ചവരെ ഈമാൻ കൽബിലേക്ക് ഇറങ്ങാതെ നബി പ്രയോഗിച്ചൊരു പ്രയോഗം അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ടവരെ വേണ്ട. അതുകൊണ്ടാണ് അള്ളാഹുങ്ങളെ കൽബിക്കാൻ നോക്കുക എന്ന് പറഞ്ഞത്. കൽബിലുള്ളത് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്കതിന്റെ പ്രതിഫലവും നമുക്കതിന്റെ ദറജയും കിട്ടുക എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അള്ളാഹനെ മനസ്സിലാക്കുന്നത് എവിടെയും നമ്മൾ തകരൂല, എവിടെയും തളരൂല. ആര് കൈവിടുമ്പോഴും ആരൊറ്റപ്പെടുത്തുമ്പോഴും എന്ത് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും ജീവിതത്തിന്റെ എന്ത് പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകുമ്പോഴും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, എന്തിനാണോ ദുഃഖിക്കുന്നത്, അള്ളാഹ് നിന്റെ കൂടെയില്ലേ എന്നൊരു വർത്തമാനം പണ്ട് ആ ഗുഹയിൽ വെച്ച് അള്ളാന്റെ റസൂല് കളിക്കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ബേജാറാവുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, അള്ളാഹല്ലേ കൂടെ എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുന്നിലും പിന്നിലെ എല്ലാം കൊണ്ടും കൂട്ടക്കുരുതി നടത്തുന്ന അക്രമിയായ, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന
ഫിറഔനും സംഘവും പിന്നിലുള്ളത്. പേടിച്ചിട്ടാണ് മൂസാ നബിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞത് ഇന്നാ ലമുദ്റകൂൻ, മൂസ കുടുങ്ങിയല്ലോ. അത് വെറും വർത്താനല്ല, അത് മനസ്സെന്ന് വന്ന വർത്താനം. കാരണം മുന്നേക്ക് പോകാൻ പറ്റൂല, കടലാണ്, പിന്നിലാണെങ്കിൽ വരും, എന്തായാലും കുടുങ്ങി, മരണം ഉറപ്പാണ്. അതെന്നാണ് ആ വർത്താനം പറഞ്ഞത്. ഇന്നാ ലമുദ്റകൂൻ, കുടുങ്ങിയല്ലോ മൂസ. മൂസാ നബി തകർന്നിട്ടില്ല. കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, ഇല്ലട്ടോ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിയും, നമുക്ക് കഴിയും. ഞാൻ അത് പറയുമ്പോ ഈ പറയണ ഞാനും കേൾക്കണങ്ങളും ഇത് വ്യത്യസ്തമായ തലത്തിലാവും ഉൾക്കൊള്ളുന്നുണ്ടാവും. നമ്മളെ ഈമാന്റെ തലത്തിലാണ് ഇത് ഉൾക്കൊള്ളുക. പറയണ ഞാന് എന്റെ ഈമാൻ അനുസരിച്ചാവും ചെയ്യുന്നത് വരിക. നിങ്ങളിത് കേൾക്കണത് നിങ്ങളെ ഈമാന്റെ വ്യത്യസ്ത ദർജ അനുസരിച്ചിട്ടാണ് ഇത് കേൾക്കുക. നല്ലോണം ഈമാനുള്ളവർക്ക് പെട്ടെന്ന് കേൾക്കാവും. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നാവും, മനസ്സിക്ക് വേഗം കയറും. ആ സന്ദർഭം ഇങ്ങനെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാല്ല. ആരും എന്ത് ചെയ്താലും നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒരു പ്രശ്നമല്ല. കാരണം നമ്മളപ്പുള്ളത് ഈ ലോകങ്ങളുടെ രക്ഷിതാവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ് നമ്മളോടൊപ്പുള്ളത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ഇങ്ങനെ ഇങ്ങോട്ട് അള്ളാനെ നമ്മൾ നെഞ്ചിലേക്ക് വെച്ച എന്താണെന്നറിയോ, നമുക്ക് ദീന ആസ്വദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, മൂസാ നബിന്റെ ഉമ്മ മൂസാ നബി പിറന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് അന്തം വിടല്? ആൺകുട്ടിയാണ്, കൊല്ലുന്ന പറഞ്ഞിട്ടുള്ളത്. കൊല്ലുന്ന കൊല്ലും, ഫിറഔനാണ്. ആൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലും. പക്ഷെ അള്ളാഹ് പറഞ്ഞു, അനക്ക് പേടിയുണ്ടോ? ദുഃഖിക്കണ്ട, ഈ പാല് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ചാൽ, മാറിടത്തിൽ നിന്നും പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിനെ പറിച്ചെടുത്തിട്ട് പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അമ്മന്റെ ഈമാന്റെ വില എന്താവും? അതാണ് ദീന്. നമുക്ക് ശരിക്കും തലയ്ക്കും മനസ്സും കയറി വെച്ചതാ. പിന്നെ അള്ളാഹ് പറഞ്ഞതല്ലാതെ നമ്മളൊന്നും ചെയ്യൂല. സ്വന്തം കുട്ടിനെ പെട്ടി നൈൽ നദിയിൽ കൊണ്ടുപോയിട്ട് എന്താ അടുത്തത് സംഭവിക്കുന്നത് നല്ലോണം ആർക്കറിയാമറിയോ? നൈൽ നദിയുടെ നാട്ടുകാരിയായ ഉമ്മക്കറിയാം. വെള്ളത്തിൽ കൊണ്ടുപോയി എന്താ സംഭവിക്കാന്ന് നമുക്കറിയാം, കാരണം ഉമ്മ നാട്ടുകാരിയാണ്. പക്ഷേ ഒറ്റൊന്നേ അള്ളാഹ് പറഞ്ഞു. അള്ളാഹ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇന്നാ റാദൂഹു ഇലൈകി, മൂസനെ ഞാൻ തിരിച്ചുതരുന്നു, ഇജ്ജ് കൊണ്ടുപോയിട്ടോ, ഞാൻ തിരിച്ചുതരുന്നു. അള്ളാഹ് പറഞ്ഞത് മാത്രം കൊണ്ടുപോയിട്ടു. പങ്ങളി ഒപ്പം വിട്ടു. മൂസാ നബിന്റെ സഹോദരി ഇങ്ങനെ നോക്കുകയാണ്. എത്തുന്നത് കൊട്ടാരത്തിലാണ്. എവിടുന്നാണോ ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം എന്ന സർക്കുലർ ഇറങ്ങിയത്, ഓർഡർ ഇറങ്ങിയത്, അതേ കൊട്ടാരത്തിലേക്ക് അള്ളാഹ് കൊണ്ടുപോയത്. അള്ളാഹ് അവിടെ ചർച്ചടക്കുക, വളർത്തില്ലേ? ശരി, വളർത്താം, പാലെടുക്കണല്ലോ. നാട്ടിലെ മാറിടത്തിൽ പാലുള്ള പെണ്ണുങ്ങളൊക്കെ ഹാജരായി. കാരണം അപ്പൻ ഓഫറാണ്, കൊട്ടാരത്തിലെ കുട്ടിക്കാണ്. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് അള്ളാഹ് മൂസാ നബിനെ കൊണ്ടുവരികയാണ്. പക്ഷെ മൂസാ നബി ഒരാളെ മാർഗത്തിലേക്ക് തിരിയണില്ല. പെങ്ങളിടപെട്ടു, സഹോദരി ഇടപെട്ടു. എനിക്കറിയാം ഒരാളെ, ആരമ്മേണെ. ഉമ്മ കൊണ്ടുവരപ്പെട്ടു. മൂസാ നബി തിരിച്ചു. അള്ളാഹ് പറഞ്ഞ വാചകം, ഇന്നാ റാദൂഹു ഇലൈകി, ഞാൻ തിരിച്ചു വരണം. പിന്നെ കുടിലിൽ കൊട്ടാരത്തിൽ എല്ലാവരും താമസിക്കുന്നത്. ആ ഫിറഔന്റെ അണ്ടറിൽ ചെലവിലാണ് അള്ളാഹ് മൂസാ നബിനെ വളർത്തിക്കൊണ്ടത്. അതിന് കഴിവുള്ളവനാണ് നമ്മളെ റബ്ബ്. അതുകൊണ്ട് ഉൾക്കൊണ്ടപ്പോഴാണ് മൂസാ നബിന്റെ അമ്മ കൊണ്ടിട്ട് വള്ളത്തിലിടുന്നത് മൂസാ നബിനെ. അതൊരു ഈമാനാ പ്രിയപ്പെട്ടവരെ. പ്രതികൂലമാണ് സാഹചര്യം എന്ന് തോന്നുമ്പോഴും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ നോ ആണ്, പിന്നെ പോവില്ല. അവിടേക്ക് പോകേണ്ട നിർബന്ധ ഘട്ടം വന്നാലും അള്ളാഹ് വെച്ച വിലക്ക് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് കടക്കൂല. ആസ്വദിച്ച് ചെയ്യും. നമുക്ക് പ്രതികൂലാണെന്ന് തോന്നിയാലും നമുക്ക് ഇതിലൊരു ആസ്വാദനം ഉണ്ടാവും. ഇബ്രാഹിം നബി ഉറക്കം നീച്ചിട്ടാണ് ഇസ്മായിൽ നബിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, ഇന്നി അറാ ഫിൽ മനാമി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, അറുക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അറുക്കണമെന്നാ കണ്ടിരിക്കുന്നത്. ഇസ്മായിൽ നബി റെഡി, അള്ളാഹ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളി ബാപ്പേ എന്നാണ്. പിന്നെ മൂന്നാമത്തെ ഒരാൾ കൂടി അവിടെ ഉണ്ട്. അതാരാ? ഉമ്മയാണ്, ഹാജർ ബീവി. എന്താ ഓലക്ക് മാനസികാവസ്ഥ? കുറെ കൊല്ലത്തിന് ശേഷം കിട്ടിയതാണ്. ഹാജർ ഉമ്മ കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രം ധരിച്ച് പ്രിയതമന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. എവിടുക്കാന്നറിയോ? ഈദ്ഗാഹ്ക്കല്ല,
കല്യാണത്തിന് വിടില്ല. എന്റെ കുട്ടി നല്ല ഭക്ഷണം കഴിച്ച് ഓനിഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഐസ്ക്രീമും തിന്ന് ആ സലാഡൊക്കെ കഴിച്ച് അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള പുഡിങ്ങൊക്കെ കഴിച്ച് എന്റെ കുട്ടി ചിരിച്ചിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് കുറെ വർത്താനം പറയും. അതിനല്ല, ഈദ്ഗാഹ് പോയി പുതിയ ഡ്രസ്സിട്ട് എല്ലാരും കാണിച്ചെടുത്ത് എല്ലാവർക്കും സലാം കൊടുത്ത് സന്തോഷത്തോടു കൂടി എന്റെ കുട്ടി ഇങ്ങനെ തിരിച്ചു വരും. അതിനുമല്ല, അങ്ങനെ നോക്കിക്കാണാണ് ഹാജർ ഉമ്മ, ഞാൻ തിരിച്ചു വരുന്നതിൽ ഒരാളെ കാണാവുള്ളൂ, എന്റെ കുട്ടിനെ അറക്കാനാ കൊണ്ടുപോകണത്. പക്ഷെ നിങ്ങൾ എന്നാലും അലക്ഷ്യം പോവണം, വിടുകയാണ്. ദീനാണ് പ്രിയപ്പെട്ടവർ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ദീന് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദീനിനെ എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ സമയം കിട്ടി നമ്മൾ ഇറക്കി വെക്കും. മറ്റേ നമുക്ക് ദീനിങ്ങനെ ഭാരമാണ്. നമ്മൾ എന്തോ കിൻഡൽ കണക്കിന് സാധനം ഏറ്റിടക്കണ പോലെ ഇങ്ങനെ ഏറ്റിടക്കണം. കാരണം ഇത് ആവശ്യമുള്ളടത്ത് നമ്മളിത് ഏറ്റിങ്ങനെ നടക്കും. ഇത് ആവശ്യമില്ല, നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് ഇവിടപ്പത്തിന്റെ ആവശ്യമൊന്നുമില്ല, അവിടെ നമ്മൾ ഇറക്കി വെക്കും. കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേള വരുന്ന വീട്ടിന്റെ ഉടമസ്ഥന്റെ മാനസികാവസ്ഥ എന്താണെന്നറിയാം? ഈ പറഞ്ഞ മാനസികാവസ്ഥ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്ന വസ്ത്രധാരണം പറ്റുന്നിടത്തേക്ക് നടത്തുന്നതിന്റെ മാനസികാവസ്ഥ എന്താണ്? ശരിക്കൊണ്ട് ദീന് നെഞ്ചകത്തേക്ക് കയറിയവരുണ്ടല്ലോ, ഓല് ഏത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാന്റെ ദീൻ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നവരാവും. അത് ഇതിന്റെ ഒരു പ്രത്യേകത. അള്ളാനെ നമ്മളെ മനസ്സിൽ കണ്ട് കയറ്റിയത് പിന്നെ നമ്മള് ഇതിനൊരു ഹലാവത്ത് ഉണ്ടാവും, ഇതിന് വല്ലാത്തൊരു മാധുര്യം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ദീന് ആസ്വദിച്ച് നമ്മളെ ദീന് മരിക്കണത് വരെ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമത് നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതന്നെയാണ്. ഏത്? നമ്മള് അള്ളാനെ കുറിച്ച് നേരംഗത്തിൽ എന്ത് ചെയ്യുക, നേരംഗത്തിൽ മനസ്സിലാക്കുക. അതിന് നമുക്ക് ഉപകാരപ്പെടുന്നതായോ അള്ളാന്റെ കുറെ നാമങ്ങളുണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മൾ പഠിച്ചുണ്ടല്ലോ. നമ്മുടെ മനസ്സിങ്ങനെ വിശാലാവാണ്ട് ആ മനസ്സിന്റെ വിശാലതയിൽ നിന്നാണ് നമുക്ക് ശരിക്കും ദീനിനെ ആസ്വദിക്കാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം ഇതിലൊന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കണം, ഇതിൽ ഉറച്ചു നിൽക്കാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയണേ, അവലം യൻദുറൂ ഫിൽ മലകൂതിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും അതുപോലെ തന്നെ ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിന്റെ കയ്യിലാണ്. വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഉറ്റാലോചിച്ചു നോക്കണം. അതേപോലെ തന്നെ വ അൻഅസാ അൻ യകൂന ഖദ് ഖതറബ അജലുഹും, നിങ്ങളുടെ അവധി അടുത്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞത് ആകാശഭൂമികളെയും അള്ള പടച്ചയിലേക്കും ഒക്കെ നോക്കി നിങ്ങളൊന്ന് ചിന്തിക്കണം. അതിനൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ അവധി അടുത്തിട്ടുണ്ട്, മരണം വരാനായിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞതാണ് മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളോട് പറയാം. ബാക്കി സൂര്യനെ നോക്കണം, ആകാശത്തേക്ക് നോക്കണം, മഴ പെയ്യുമ്പോ നോക്കണം, ഉറക്കിലേക്ക് നോക്കണം, സൂര്യൻ ഉദിക്കുന്നത് നോക്കണം, ചന്ദ്രൻ വരുന്നത് നോക്കി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം നമ്മൾ. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തണം. എന്നപോലെ നിങ്ങളെ മരണം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം, ചിന്തിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചു തരാം. അതൊരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ. മതം നമുക്ക് കൊണ്ട് നടക്കണമെങ്കിൽ നന്മ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരു സ്വതക്ക ചെയ്യണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ എന്തായി? സ്വതക്ക ചെയ്യാനുള്ള മനസ്സ് പോലുണ്ടെങ്കിൽ പഠിച്ചോനത് മരിച്ചു കഴിഞ്ഞാൽ കിട്ടണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കിട്ടണതാണല്ലോ സ്വതക്ക. അതുകൊണ്ടാണ് നമ്മൾ സ്വതക്ക ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. മരണചിന്ത ഉണ്ടാവും. കുറെ കാലം ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പൊക്കെ ചെയ്യോ? നന്നാവോ? നമ്മള് ഇല്ല. അതുകൊണ്ടാണ് ഈ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഇപ്പോ ഉമർ റളിയല്ലാഹു വന്നിട്ട് നബിയോട് പറഞ്ഞു, നബി നിങ്ങളൊന്ന് ഇങ്ങനെ ഉപദേശിക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടിയാണ്, കഫാ ബിൽ മൗതി വാഇള. ഉമറെ, ഉപദേശകനായിട്ട് മരണം തന്നെ, ഈ മരണത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി, അത് അന്നെ എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാരണം മരണചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകാൻ എന്താണെന്ന് വെച്ചാൽ സാധ്യത കുറവാണ്. പക്ഷെ ഈ മരണചിന്ത വേണമെങ്കിൽ എന്ത് വേണം പറയാം? നമ്മൾ ചില പഠന പരിസരങ്ങളിൽ ഉണ്ടാവണം. ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉള്ള, അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുത്തുബൊക്കെ ഉള്ള ചില പഠന പരിസരങ്ങളിൽ നമ്മൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പോകും, മരണചിന്ത ഉണ്ടാവില്ല. കാരണം നമുക്ക് മരണചിന്തയും മരിക്കുന്ന തോന്നലും ബോധ്യമൊക്കെ ഉണ്ടാണ് എവിടെയെന്ന് വെച്ചാൽ ദീന് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ദീന് പഠിക്കുന്ന സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് ആഴ്ചക്കൊരു ഖുർആൻ ക്ലാസ് നമ്മൾ ഉണ്ടാവണം.
നമ്മളെ കുട്ടികളെ കുറിച്ചിട്ട് നമുക്ക് പരാതികളുണ്ട്. ഓലങ്ങൾ ആലോചിച്ച് ഓൽക്കൊന്നും കിട്ടണില്ല. അപ്പൊ ഓലൊരു മതം പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. പെണ്ണിനെ കുറിച്ച് ഭാര്യയെ കുറിച്ച് എപ്പോഴും നമുക്ക് പരാതിയാണ്. ഓള് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിലൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ ഓള് അങ്ങനെ ആവണമെങ്കിലും ഓൾക്ക് നല്ല ബോധം വരണമെങ്കിലും ഓൾക്ക് കുറച്ച് മരണചിന്ത കിട്ടണമെങ്കിലും ഓളൊരു വെള്ളിയാഴ്ച കുത്തുബക്ക് കേൾക്കണ്ടേ, ഓളൊരു ഖുർആൻ ക്ലാസ്സിന് വരണ്ടേ, ഓളൊരു ദീനിയായിട്ടുള്ള സദസ്സിൽ പങ്കെടുക്കണ്ടേ. അതിനൊന്നും നമ്മൾ സാഹചര്യം പലപ്പോഴും ഒരുക്കി കൊടുത്തിട്ടുമില്ല. ഓള് മുൻകൈ എടുത്തിട്ട് വന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ ഓള് നന്നാവുക? ബാപ്പന്റെ അടുത്തുനിന്നും ഉമ്മന്റെ അടുത്തുനിന്നും പലപ്പോഴും മക്കളാകുന്ന ഞങ്ങൾക്ക് പലപ്പോഴും അനീതിപരമായ ഇടപെടലാണ് ഉണ്ടാവുന്നത്. ഓൽക്ക് നീതിപരമായി ഇടപെടാൻ സാധ്യത ഉണ്ടാകണം. മത സദസ്സുകളിൽ അവരെത്തണ്ടേ, അവരെത്തണം. അതിനാണ് മരണചിന്ത ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില ഇടങ്ങളിൽ എന്ത് ചെയ്യണം? ഉണ്ടാവണം. പഠന പരിസരങ്ങളിൽ ഉണ്ടാവണം. കുറച്ചൊക്കെ ഖുർആൻ പഠിക്കണ, ഒരു ഹദീസ് വായിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങൾ സാധിച്ചു നമ്മൾ മെനക്കെട്ട് പ്ലാൻ ചെയ്ത് നമ്മളെത്തണം. നമ്മൾ നമ്മളെ ദുനിയാവുമായി മാത്രം ജീവിക്കുകയാണെങ്കിൽ കുടുംബത്തിലൊന്നും ഇതൊന്നും ഉണ്ടാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണചിന്ത കുടുംബത്തിൽ നിന്ന് പോയാലോ പിന്നെ കുടുംബത്തിൽ തോന്നിയാസം വരും ചെയ്യും. അതാണ് രണ്ടാമത്തെ നമ്മൾ തീരെ മുറുകെ പിടിച്ച് ജീവിക്കാൻ മരണചിന്ത ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തേത് പ്രിയപ്പെട്ടു, ഇതിനകത്തിങ്ങനെ 1, 2, 3 എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 1 മണിക്കൂറോളം സംസാരിക്കുമ്പോൾ ഇത് ക്ലാസ് കഴിഞ്ഞ് പോയാലും വേറൊന്നും ഓർമ്മയില്ലെങ്കിലും ഈ 2, 3, 4 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്നുള്ള നിലക്കാണ്. ഒന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസ ദൃഢതയാണ്, രണ്ടാമത്തേത് മരണ ചിന്തയാണ്, മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദീനിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കണമെങ്കിൽ അള്ളാഹുവുമായുള്ള ബന്ധം ഇബാദത്തിലൂടെ നിലനിർത്തണം. അള്ളാഹുമായുള്ള ബന്ധം ഇബാദത്തിലൂടെ. കാരണം ഇബാദത്തുകളാണ് പടച്ചവനുമായി നമ്മുടെ ബന്ധം നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നത്. ഇപ്പൊ നോക്കി, അഖീമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. നോമ്പിന്റെ ആയത്തിറങ്ങിയപ്പോ അള്ളാഹ് നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുൻഗാമികൾക്ക് നിർബന്ധാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധാക്കിയിട്ടുണ്ട് ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളിയാഴ്ച പള്ളിക്ക് നിങ്ങൾ വേഗം വരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞത് ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാന്റെ ദിക്റിലേക്ക്, സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ എന്ത് ചെയ്യണം? വരണം. അപ്പോ ഇബാദാത്തുകളൊക്കെ നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനാണ്. ആ ബന്ധാണ് നമുക്ക് ദീൻ. കാരണം ഒരു ചരട് വടി, ഒരു കയറിന്റെ ഒരു അറ്റം വടിയും മറ്റേത് അവിടെയാണ്. റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. ഒന്ന് അവിടെയാണ്, ഒന്ന് ഇവിടെ. നമ്മൾ ഇവിടെ പിടിക്കുകയാണ്, അവിടെ അള്ളാഹ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇബാദത്തിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദാത്തുകളുടെ വിഷയത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം ദീൻ എന്ത് ചെയ്തിട്ടുള്ളത്? നാട്ടപ്പെട്ടിട്ടുള്ളത്, ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ടത് നിസ്കാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ അലസത ഞമ്മക്കില്ല, നമ്മളെ കുടുംബത്തിലും ആർക്കും ഇല്ല എന്ന് നമ്മൾ ഓർപ്പിക്കണം. അല്ലെങ്കിൽ കുടുംബത്തെ ദീന് വിട്ടുപോകും, കുടുംബത്തിന്റെ ദീന് വിട്ടു. പുതിയ കാലത്ത് ചെറുപ്പക്കാരും പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പതിയെ എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കാരത്തിൽ നിന്ന് ഗൗരവമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് ഇടപെട്ട് വീട്ടിന്റെ അകത്തെ നിസ്കാരങ്ങളെ നന്നാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. കാരണം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മളെ കാര്യമില്ല ഇപ്പൊ പറയണേ, നമ്മൾ അതിൽ അൽഹംദുലില്ലാ നമ്മൾ കുറെ കാലം മുമ്പ് ജനിച്ചു എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കുറെ സ്വഭാവങ്ങൾ നമ്മളുണ്ട്. ഇപ്പത്തെ കാലത്ത് ജനിച്ച് ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓല് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. നമ്മള് ജീവിച്ചൊരു കാലം പോലുള്ള ഒരു കാലത്തല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓൽക്ക് കൊണ്ടിടക്കാൻ കുറച്ച് നമ്മളെക്കാൾ കൂടുതൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് നിസ്കരിക്കാനുള്ള സാഹചര്യങ്ങളും ഓർമ്മപ്പെടുത്തലും അതിന് വേണ്ട ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും ഒക്കെ മാന്യമായും അവരുടെ മനസ്സറിഞ്ഞും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും നൽകാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ അവർ വിട്ടുപോകുന്ന പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മളെ പിന്നെ കാസർഗോഡിന്റെ അപ്പുറത്ത് നമ്മളെ സ്റ്റേറ്റ് മാറിയല്ലോ. സ്റ്റേറ്റ് മാറി നമ്മളെ കർണാടക ബോർഡറില് നമ്മളൊക്കെ മലബാറിലും കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ ഉള്ള കുറെ കുട്ടികൾ പഠിക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ പരിസരത്ത് നമ്മളെ ചില പള്ളികളൊക്കെ ഉണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോക്കുണ്ട്. കാസർഗോഡ് താമസം എന്നുള്ള നിലക്ക് ബാക്കിയുള്ള ആളുകൾക്ക് വരാൻ പറ്റുന്നതിനേക്കാളും എളുപ്പത്തിൽ ഞമ്മക്കാണല്ലോ എത്താൻ പറ്റുക എന്നുള്ള നിലക്ക് അവിടെ എത്തലുണ്ട്. അവിടെ ഒരു സംസ്കാരത്തെ കുറിച്ച് കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ, കാരണം അവിടുത്തെ സമീപത്തുള്ള ക്യാമ്പസുകളിൽ നിന്ന് ആ പള്ളിയിലേക്ക് കുട്ടികൾ ക്ലാസ്സിന് വരും. അപ്പോ ക്ലാസ് കഴിഞ്ഞ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ അവിടെ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞൊരു സംഘം, ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ഞങ്ങളെങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിർബന്ധിച്ച് പള്ളിയിൽ കൊണ്ടിരുന്ന ഞങ്ങളൊരു സീനിയർ ഉണ്ടായിരുന്നു.
ഞങ്ങളൊരു സീനിയർ, ഞങ്ങൾ വന്നപ്പോ ഞങ്ങളെക്കാൾ മുകളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളൊരു ജ്യേഷ്ഠ സുഹൃത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം കാരണം ഞങ്ങളൊക്കെ കുറെ ആൾക്കാർ പള്ളിക്കൊക്കെ വരൽ തുടങ്ങിയത്. ഇപ്പൊ മൂപ്പര് പള്ളിക്കും വരില്ല, മൂപ്പർക്ക് നിസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞത്. നിസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നാട് വിടുമ്പോഴും വീട് വിടുമ്പോഴൊക്കെ ചോദിക്കാനും പറയാനും ആളുകൾ ഇല്ലാതെ ആവുമ്പോ സ്വാഭാവികമായിട്ട് ഓല ചുറ്റുവട്ടത്തിലേക്ക് ഓല ലയിച്ചു ചേരുന്ന വല്ലാത്ത ദുരന്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മള് കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ കാസർഗോഡേക്ക് പോകുമ്പോ കാഞ്ഞങ്ങാട് എത്തുന്നതിന് മുമ്പാണ് നമ്മളെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പിന്നെ കാർഷിക കോളേജ്, നമ്മളെ അവിടെ ഇവിടുന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ അവിടെ നമ്മളെ കാഞ്ഞങ്ങാട്ടത്തെ പള്ളി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളി ഒരു പക്ഷേ കണ്ടിട്ടാം. ആ പള്ളിയുടെ കീഴിൽ അവിടുത്തെ ക്യാമ്പസിലേക്ക്, ഹോസ്റ്റലിലേക്ക് അവിടുത്തെ മുസ്ലിം കുട്ടികൾക്കൊക്കെ എന്നും നോമ്പ് തുറക്കാനും അത്താഴത്തിനുള്ള ഫുഡ് ഹോസ്റ്റലിലാണല്ലോ, ഹോസ്റ്റലിന്റേതായ പരിമിതികളുണ്ടോ, എത്തിക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും പള്ളിന്റെ കീഴിൽ ആ ഒരു മാസം റമദാൻ മാസം വന്ന ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കും. അവിടെ പോലെ ക്യാമ്പസിന്റെ പുറത്തൊരു ഡോക്ടറുടെ വീടിന്റെ മുറ്റത്ത് എല്ലാ കൊല്ലവും റമദാൻ മാസത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കും. കാരണം അപ്പൊ എല്ലാ കുട്ടികളും വരും. അപ്പൊ നമുക്ക് ശരിക്കും ആ കുട്ടികളെ നമ്മളെ മലബാറിന്റെ ഈ പരിസരങ്ങളിലൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ നമ്മുടെ ക്ലാസ്സിനായിരുന്നു. അവരോട് ഞാൻ വെറുതെ ചോദിച്ചു, കാസർകോട്ടുകാർ ആരല്ല? കാസർകോട്ടുകാർ ആരുമില്ല. കാസർഗോഡ് ജില്ലയിലുള്ള ക്യാമ്പസിൽ കാസർകോട്ടുകാരില്ല. എന്നാ മലപ്പുറത്തുകാർ ആരൊക്കെയാന്ന് വെച്ചാൽ മലപ്പുറത്തുകാരാണ് ഭൂരിഭാഗം. കോഴിക്കോടും കണ്ണൂരിലുള്ള കുട്ടികളുണ്ട്. നമ്മളിവിടുത്തെ കുട്ടികൾ അവിടെ പോയി പഠിക്കണം. ശരിക്കും ഓലൊരു വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളൊക്കെ പിന്നാമ്പുറങ്ങളും, നമ്മുടെയൊക്കെ അവരുടെയൊക്കെ പല മാതാക്കളും പിതാക്കളൊക്കെ ദീനിയായ ആഗ്രഹങ്ങളുള്ളവരാണെങ്കിലും നാട് വിടുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങള് വേഷങ്ങളിലും പോലെ കൾച്ചറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കൾ ജീവിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലത്താണ് അവരുള്ളത്. അതുകൊണ്ട് അവർ നിസ്കാരം മിസ്സാകില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. ഈ നിസ്കാരം മിസ്സാണ് റൂട്ടുണ്ട്. ഒറ്റടിക്ക് മിസ്സായി പോണതല്ല, ഒരു റൂട്ട് ഉണ്ട്. അതിന് ഇങ്ങനെ ഓരോന്ന് മിസ്സായിട്ടാണ് അവസാനം നഷ്ടം. ഒറ്റടിക്ക് നിസ്കാരം നിർത്തിക്കൊള്ളണമെന്നില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് ഒറ്റടിക്ക് നിസ്കാരം നിർത്തുന്നില്ല. പക്ഷെ ഓലൊന്ന് പതുക്കെ അതിങ്ങനെ പോകും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ജമാഅത്തിന് ഗൗരവം ഉണ്ടാവൂല എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിസ്കാരം നഷ്ടപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാം? ജമാഅത്തിന് ഗൗരവമില്ലായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ? സമയത്തിന് ഗൗരവമില്ലായിരിക്കണം. കാരണം ഇത് സമയബന്ധിതമാണല്ലോ. സുബഹിന്റെ സമയം നമ്മൾ നീക്കുന്ന സമയമല്ല, സുബീക്കൊരു സമയം ഉണ്ടല്ലോ. സുബിന്റെ സമയത്ത് നമ്മൾ നീക്കണമെങ്കിൽ സുബീന്റെ സമയമായി, അതല്ലെങ്കിൽ നമ്മൾ നീക്കണ സമയമല്ലല്ലോ. അതുകൊണ്ട് സമയത്തിന് എന്തുണ്ടാവില്ല, 5 നേരം നിസ്കാരം ഉണ്ടാവും. പക്ഷെ എന്താവില്ല, സമയബന്ധിത ദുഹറൊക്കെ നിസ്കരിക്കുക, ചിലപ്പോ അസറൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെയാവും, ചിലപ്പോ മഗ്രിബൊക്കെ ചിലപ്പോ അവസാനാവും. അങ്ങനെ സമയം തെറ്റിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറയുക? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ചില നിസ്കാരം മിസ്സാവുക. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളെ വീട്ടിലൊരു കൗമാരക്കാരുണ്ടെന്ന് വിചാരിക്കും. എന്നും സുബിക്ക് കടന്നുറങ്ങാന്ന് വിചാരിച്ചോളൂ. അങ്ങനെ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഓന് കുറെ കാലം ഓൻ അറിയാം സുബീസ്കരിക്കുന്നത്, പക്ഷെ ഓനെന്നും ലുഹർ നിസ്കരിക്കുന്ന ഒപ്പാണ് സുബീസ്കരിക്കുന്നത് വിചാരിച്ചു. രാവിലെ നീക്കാത്തോണ്ട് അവസാനം ഓൻ കുറെ നിസ്കരിക്കും. ഓന് തോന്നുന്നത് എന്താ ഇന്നും ഇപ്പൊ ഇങ്ങനെയാണ്, അങ്ങനെ പതിയെ സുബി ഇങ്ങനെ നഷ്ടപ്പെടും. ഓന് പിന്നെ സുബിയില്ല, ഓന് 4 വക്തേ ഉണ്ടാവുള്ളൂ. പിന്നെ 4 കുറച്ചു കാലം ഓടും, പിന്നെ അടുത്തത് പോകും, അങ്ങനെ പോകും. പിന്നെ ഒരു ദിവസത്തിൽ ഒരു നിസ്കാരമൊക്കെ ആയി തുടങ്ങും. പിന്നെ ഒരു നിസ്കാരം ആഴ്ചയിലുണ്ടാവും, ആഴ്ചയിൽ ഒരു നിസ്കാരമൊക്കെ ആയി മാറും. പിന്നെ അത് പതുക്കെ ഇങ്ങനെ മിസ്സായി പോകും. പിന്നെ ജുമാമക്ക് നിസ്കാരം മിസ്സാണ് റൂട്ട്. അതല്ലാതെ ഒറ്റടിക്ക് 5 നേരം നിസ്കരിക്കണം, പിറ്റേ ദിവസം നിസ്കരിക്കാതെ ആവുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബത്തിന്റെ അകത്തേക്ക് നോക്കി ആ റൂട്ട് ആദ്യത്തിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അവസാനം എത്തുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഫസ്റ്റിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്ന സ്വലാത്ത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, സമയബന്ധിതാണ്, സമയം നഷ്ടത പാലിച്ചാണ്. അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ, ഈ നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കുട്ടികൾ കുറെ തെന്നൊഴിവായി കിട്ടും. നമുക്ക് കുട്ടികളെ കുറിച്ച് പരാതികളുണ്ടല്ലോ, വീട്ടിന്റെ അകത്തെ പരാതി. നേരങ്ങത്തെ നിസ്കരിക്കണവരാണെങ്കിൽ ഭാര്യന്റെ അടുത്തും ഭർത്താവ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മയിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും നമ്മളെ ഒഴിവാക്കി നിർത്തുന്ന ഒരു ഘടകമാണ് നിസ്കാരം എന്ന വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ അകത്ത് ആരും നിസ്കാരം ഒഴിവാക്കുന്നവരില്ല എന്ന് നമ്മളാണ്. കാരണം കുടുംബനാഥന്മാർ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
പ്രവാചകന്മാരോട് അള്ളാഹ് പറയുന്നത് കുടുംബത്തിനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. നിസ്കാരം മാത്രമല്ല, നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 1-2 ആയത്തുകള് നിസ്കാരം പറഞ്ഞ അള്ളാഹ് റിസ്കിനെ കുറിച്ച് പറയുന്നു. നമുക്കറിയുന്ന കുറച്ച് ആയത്തുകളുണ്ട്. ആ ആയത്തുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിസ്കാരവും റിസ്കും തമ്മിലൊരു ബന്ധമുണ്ട്. നിസ്കാരവും റിസ്കും ചിലപ്പോൾ നമ്മൾ പല ആൾക്കാരും അനുഭവിച്ചതാണ്. റിസ്ക് കുറയുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളിങ്ങനെ നഷ്ടം തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്തോ പ്രശ്നമുണ്ടോ, കച്ചവട സ്ഥാപനങ്ങൾ പ്ലാനിങ് പ്രശ്നമായോ അതായതോ സീസൺ അല്ലേ എന്നൊക്കെയാണ് ആദ്യം പരിശോധിക്കുക. നമുക്ക് സാമ്പത്തികമായ റിസ്കിൽ കുടുസത വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്നറിയോ? നിസ്കാരത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നിസ്കാരവും റിസ്കും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആയത്തുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് റിസ്ക് നമുക്ക് നേരങ്ങത്തിൽ കിട്ടുന്നതിൽ ഒരു പങ്ക് നിസ്കാരത്തിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ പലപ്പോഴും പല ആളുകളും നമ്മൾ സാധാരണക്കാരെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ നിസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. ഇപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. എന്താന്ന് വെച്ചാൽ പള്ളിയിൽ എന്നും ജമാഅത്തിന് വരുന്ന ഒരാൾ, പള്ളിന്റെ തൊട്ടത് ഒരു റൂമിൽ ഒരു മീൻ കച്ചവടമാണ്, ഉണക്ക മീൻ കച്ചവടം. അപ്പൊ എന്താ വെച്ചാൽ മൂപ്പർക്ക് പള്ളിക്ക് വരാൻ സുഖമാണ്. മൂപ്പര ഉണക്കമീൻ കച്ചവടം കണ്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ദുനിയാവ് കെട്ടിപ്പടുത്തത് മൂപ്പര കടം വീട്ടിയതും വീട് വെച്ചതൊക്കെ. പക്ഷെ എന്താന്ന് വെച്ചാൽ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാട്ടിലൊരു വർത്താനം അങ്ങനെ വരാൻ തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തിന് വന്ന് നിൽക്കുകയാണല്ലോ, മൂപ്പര് വൃത്തിയായി നേരെ കഴുകി തേച്ച് ഒക്കെ വൃത്തിയായി ഒതുകൊടുത്തിട്ടാണ് പള്ളിക്ക്. പക്ഷെ എന്നാലും ഒരു ഗന്ധം ഉണ്ടാവുമല്ലോ, ഒരു ഉണക്കമീനൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു ഗന്ധം. അത് നാട്ടിലിങ്ങനെ ചർച്ച ചെയ്യുന്നതാണ്. മൂപ്പരത്തേക്ക് എത്തിയിട്ടില്ല. നാട്ടിൽ അങ്ങനെയാണല്ലോ, എല്ലാ നാട്ടിലും കുറെ നാട്ടിലും അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഡയറക്ടർ പറഞ്ഞ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടാണല്ലോ പിന്നെ മൂപ്പരത്തേക്ക് എത്തി. മൂപ്പര് മുമ്പിൽ 2 ഓപ്ഷനാണല്ലോ. ഒന്നുകിൽ ജമാഅത്തിന് വരാതെ ജമാഅത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പള്ളിന്റെ പുറത്ത് നിസ്കരിക്കണം, അതല്ലെങ്കിൽ കച്ചവടം ഒഴിവാക്കണം. മൂപ്പര് കച്ചവടം ഒഴിവാക്കിയത്. മൂപ്പര് ദുനിയാവ് കെട്ടിപ്പടുത്ത നല്ല വരുമാനമുള്ള ഉണക്കമീൻ കച്ചവടം മൂപ്പരണ്ട് അവസാനിച്ചു. കാരണം ഇല്ലെങ്കിൽ ജമാഅത്ത് മിസ്സാവും. മൂപ്പര് ജമാഅത്തിന് വരലോ. അതേ റൂമിൽ മൂപ്പര് ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ സെയിൽസും ഗ്യാസ് സ്റ്റൗവിന്റെ സർവീസും വെച്ചു. ഇത് പറഞ്ഞ സുഹൃത്ത് വരെ പിന്നെ അള്ളാഹ് മൂപ്പർക്ക് അതിലങ്ങോട്ട് റിസ്ക് കൊടുത്തു. അതൊരു ഈമാന്റെ പവറാണ് പ്രിയപ്പെട്ടവരെ, അതൊരു ഈമാന്റെ പവറാണ്. കാരണം മൂപ്പര് വേർന്ന് അധികം ഒന്നും ചിന്തിക്കാല്ലേ, ഞാൻ ഇപ്പത്തോ ഒഴിവാക്കിയ അങ്ങനെ ആവൂല, അങ്ങനെ അതൊന്നുമില്ല, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടൂലേ ഈ കച്ചവടമായിട്ട് മുന്നോട്ട് പോയാൽ മൂപ്പരും ചിന്തിച്ചു. മൂപ്പര് തന്നെ ഒഴിവാക്കി എടുത്താൽ തുടങ്ങി. ചില ആൾക്കാർ ഇപ്പോഴും പലിശ ഇങ്ങനെ വെച്ച് കച്ചവടം ചെയ്ത് പറയുന്നതെന്ന് വെച്ചാല് എന്താ ചെയ്യാ, പലിശ ഒന്നുമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റൂല. മൂപ്പർക്ക് 2 ഷോപ്പ് ആദ്യം ഉണ്ടാവും. ഇത് മൂപ്പര ഷോപ്പ് 3 ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ 3ാമത്തെ തുടങ്ങാൻ മൂപ്പര് പലിശക്കെടുത്ത് തുടങ്ങുമ്പോ ആ 2 അവിടെ നിലനിർത്തിയിട്ട് 3ാമത്തേക്ക് തുടങ്ങുമ്പോൾ മൂപ്പരോട് വർത്താനം പറയുമ്പോ മൂപ്പര് പറയും, എന്താ പണ്ടത്തെ കാലത്ത് പലിശയുമായി ബന്ധപ്പെട്ടില്ല ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ തുടങ്ങുന്നത്, നന്ദികേടിന്റെ വർത്താനം. അപ്പൊ അത് ഞമ്മക്കൊരു മാതൃകയാണ് പ്രിയപ്പെട്ടു. അങ്ങനെയൊക്കെ നിസ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ നമ്മളെ മുമ്പിലുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ശരി, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി പറയട്ടെ പ്രിയപ്പെട്ടു. ഞാൻ ഇപ്പൊ 3 പറഞ്ഞത്. ഒന്ന് ഈമാന്റെ ദൃഢതയാണ്, 2ാമത്തെ മരണചിന്തയാണ്, 3ാമത്തേത് ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഇനി 4ാമത്തേതാണ് ഞാൻ പറയാൻ പോകുന്നത്. 4ാമത്തേത് എന്താണെന്ന് വെച്ചാൽ 3ാമത്തേത് ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ അല്ലാഹുമായി ബന്ധം സ്ഥാപിക്കണം. 4ാമത്തേത് അത് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. മനസ്സാക്ഷിക്കനുസരിച്ച് എന്ത് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതാണ്. 4ാമത്തേത് മനസ്സാക്ഷിക്കനുസരിച്ച്. ഇങ്ങനെ പറയുമ്പോ വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ. നമുക്ക് ഇഷ്ടമുള്ള സൂറത്താണ്, നമ്മളൊക്കെ ഓതാൻ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ്. അള്ളാഹ് പറയണേ, ഖിയാമത്ത് നാള് തന്നെയാണ് സത്യം. അള്ളാഹു ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്യുന്നെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് സത്യസന്ധമായ കാര്യം. 2ാമത്തെ ആയത്ത് നഫ്സിൽ ലവാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ് തന്നെയാണ് സത്യം. കുറ്റപ്പെടുത്തുന്ന മനസ്സ്. അള്ളാഹ് ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്താൽ അതുണ്ട്. അപ്പൊ കുറ്റപ്പെടുത്തുന്ന മനസ്സുണ്ട്. നമ്മൾ പറയാറുണ്ട് മനസ്സാക്ഷി കുത്ത് നോക്കി, മനസ്സാക്ഷി കുത്ത് ഉള്ളതാ പ്രിയപ്പെട്ടത്. ഈ മനസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൽബ് ഒന്ന് സ്ട്രൈറ്റ് ആണ്, നേരെ പോകുന്നു. അതിങ്ങനെ തെറ്റിയാൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഉള്ളിൽ കുറ്റപ്പെടുത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, വെളുത്തതാണ് കൽബ്, വെളുത്തതാണ്.
ഒരു തെറ്റ് ചെയ്താല് കറുത്ത പുള്ളി വന്നു. തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കറുപ്പ് പുള്ളി. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മളെ മനസ്സ് കറുപ്പാണോ വെളുപ്പാണോ, അതല്ല കറുപ്പും വെളുപ്പും കൂടിയതാണോ, അതല്ല കറുപ്പ് വന്നിട്ട് പിന്നെ തൗബേണ്ട് മായ്ച്ചു കളഞ്ഞിട്ടുള്ള വെളുപ്പാണോ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കും. അങ്ങനെയാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചുരുക്കത്തിൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ തിന്മയില്ലാത്ത ജീവിതമാണ് നമ്മളതിന്റെ കാരണം. നിങ്ങൾ ആലോചിച്ചപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശിർക്ക് വല്ലാതെ ഇപ്പൊ ബദരീങ്ങളാണ്ട് നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ നടന്നു, നമ്മളാരോടെ പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അല്ല നമുക്കൊരു സുരക്ഷ ഒരുക്കി ശിർക്ക് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമുക്കത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ തെറ്റാന്ന് ബോധ്യപ്പെടാൻ ഒറ്റൊന്നും നമ്മൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ ബദരീങ്ങൾ ആണ്ടാണ് റമളാൻ പനിയിൽ നടക്കുന്നത്. ശരി, റമളാൻ പനി എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ ആണ്ട് എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ മരണപ്പെട്ടതിന്റെ വാർഷികം ഒരു വർഷം പൂർത്തിയാക്കുന്നത്. പക്ഷെ ആരാണ് ബദരീങ്ങൾ? ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകൾ 10-14 ആളുകളാണ്. അത് റമളാൻ 17-നാണ്. ശരിയാണ്. എന്നാ ബാക്കി 300 ആൾക്കാരോ ഓല് ബദരീങ്ങളല്ലേ? അപ്പോ ഓല് റമളാൻ 17 മരണപ്പെട്ടിട്ടില്ലല്ലോ, വഫാത്തായിട്ടില്ലല്ലോ. ഓല് പിന്നെ ശവ്വാലിൽ മരിച്ചവരുണ്ട്, പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ട് ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മരിച്ചവരുണ്ട്. അപ്പൊ എന്താ നമ്മളെ നാട്ടുകാര് ബദരീങ്ങളാണ്ട് റമളാൻ 17 മാത്രം കഴിക്കുന്നത്? ശരിക്കും നമ്മളെ നാട്ടുകാർ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ബദരീങ്ങൾ വഫാത്തായതും മരണപ്പെട്ടതും വെറും റമളാൻ 17 മാത്രമല്ലല്ലോ, വേറെ ലൈസുണ്ട്. കാരണം പിന്നെ ബദറിൽ പങ്കെടുത്ത എല്ലാവരെയും ബദരീങ്ങൾ എന്നാണ് പ്രമാണം നമുക്ക് പഠിപ്പിച്ചത്. ഓലക്കൊക്കെ അള്ളാഹ് പുറത്തു കൊടുത്തു. ഓലൊക്കെ അള്ളാന്റെ അടുത്തപ്പുള്ളത്. ഓല ആഗ്രഹിക്കണം, പഠിച്ചോനെ ഞങ്ങൾ ദുനിയാവിൽ വന്നിട്ട് ഷഹീദിന്റെ കൂലിയൊന്നും ഓൽക്ക് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോറ്റ ഒരവസരം തരുമെന്നാണ് അള്ളാഹിനോട് ഇവര് ചോദിക്കുന്നത്, ഷഹീദായ ആളുകൾ ചോദിക്കുന്നത്. അപ്പോ 300 ചില്ലാനം വരുന്ന ബദരീങ്ങൾ മരണപ്പെട്ടത് റമളാൻ 17 മാത്രമല്ല, വേറെ പല ദിവസങ്ങളുണ്ട്. അപ്പൊ എന്താ നമ്മളെ നാട്ടുകാർ ബദരീങ്ങളാണ്ട് അന്നൊന്നും കഴിക്കാത്തത്? അപ്പൊ തന്നെ പ്രമാണത്തിൽ എന്തോ ഒരു പ്രശ്നം ആ വിഷയത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ചപ്പോ ഞാന് വരുന്ന നാട്ടില് ഈദുൽ അദ്ഹക്ക് നമ്മളെ ബലി പെരുന്നാളിന് അറക്കുന്ന ഉരുമൃഗണ്ടല്ലോ, അതിനേക്കാൾ എണ്ണ കൂടുതലാണ് റമളാൻ 17 അറക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ശരിക്കും ഇനി ഉസ്താദുമാരും മത നേതൃത്വവും അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഈദുൽ അദ്ഹക്കാണ് പ്രാധാന്യം ഏറെ എന്ന് ഓല് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും സമൂഹം മനസ്സിലാക്കിയത് എന്താ? ബലിപെരുന്നാളിന് അറക്കുന്ന എണ്ണം ഉരുവിനേക്കാളും എണ്ണ കൂടുതൽ റമളാൻ 17 അറക്കുന്ന ഉരുവിനാണെങ്കിൽ സാധാരണക്കാരൻ മനസ്സിലാക്കിയത് എന്താ? മത നേതൃത്വത്തിൽ നിന്ന് ഉസ്താദുമാരും സാധാരണക്കാരും മനസ്സിലാക്കിയത് എന്താ? അവിടെയാണ് അതിന്റെ ഗൗരവം. അതുകൊണ്ടാണ് നമ്മള് അതിന്ന് വിട്ടു നിൽക്കണത്. അത് അള്ളാഹ് നമുക്ക് ഒരുക്കി തന്നതാണ്. അള്ളാഹ് ബിദ്അത്തൊന്നും ശിർക്കൊക്കെ നമ്മൾ ഒരുക്കുന്നത്. പക്ഷെ പിശാച് നമ്മളെത്തുന്ന പിന്നെ വരിക എങ്ങനെയാണ്? തിന്മയെ കൂടിയാണ്. നമ്മളെ ദീന് പൊളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരിക തിന്മ കൂടെ അങ്ങനെ കൊണ്ടുവരും. അവിടെ പിശാച് ചെറുതും വലുതുമായ തിന്മയിൽ നമ്മളങ്ങനെ കുടുക്കിടും. അതുകൊണ്ട് അതും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് പരമാവധി നമ്മൾ ശിർക്കെന്ന് വിട്ടു നിന്നിട്ടുണ്ടാവും, ബിദ്അത്തെന്ന് വിട്ടു നിന്ന മാലമൗലിദിൽ നിന്നും റാത്തീബുകളിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നിട്ടുണ്ടാവും. പക്ഷേ തിന്മയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പിശാച് കൊണ്ടുപോകും. അതുകൊണ്ടാണ് മനസ്സാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണമെന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അതിനനുസരിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തിന്മക്ക് 3 കാരണങ്ങളാണ് കാര്യപ്പെട്ടിട്ട്. ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ബോധമില്ലായ്മ. അത് സാധാരണക്കാരൻ പലപ്പോഴും ഉണ്ടാവും. അള്ളാഹിനെ കുറിച്ച് വല്ലാതെ അറിയാത്തവന് അങ്ങനെ പോകും. എന്നാല് രണ്ടാമത്തെ ഒരു ടീം എങ്ങനെയെന്നറിയാം? രണ്ടാമത്തെ ഒരു ടീം അള്ളാഹുള്ള അമിത പ്രതീക്ഷ. പടച്ചോനല്ലേ, ഞാൻ തെറ്റ് ചെയ്താലൊക്കെ അള്ളാഹ് പുറത്തു തരും. പ്രതീക്ഷ നമുക്ക് വേണം, പക്ഷെ പ്രതീക്ഷ അമിതാകാൻ പാടില്ല. റജാവും ഖൗഫും ഉണ്ട്. അത് രണ്ടും ഒരു പക്ഷിയുടെ 2 തൂവൽ പോലെ, 2 ചിറക് പോലെ ഒരേപോലെ മുന്നോട്ട് പോകേണ്ടതാണ്. റജാവും ഖൗഫ്. റജാവ് എന്ന് പറഞ്ഞ പ്രതീക്ഷയാണ്, ഖൗഫ് എന്ന് പറഞ്ഞ ഭയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മേലേക്ക് കയറി എന്ത് ചെയ്യും? നമ്മളൊന്ന് മതം പതുക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അതുകൊണ്ട് മനസ്സിൽ ഇത് രണ്ടും ആരാധന ഭാഗം, ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുവന്നു. നമുക്ക് പ്രതീക്ഷ പൊട്ടിയാൽ എന്താ പറയുക? അള്ളാഹ് എനിക്കൊക്കെ പുറത്തു തന്നോളും എന്ന് വന്നാൽ നമുക്ക് പ്രതീക്ഷ ഓവറാവും. അവിടെയാണ് നമുക്ക് തിന്മകൾ വരിക. അത് നമുക്ക് തിന്മക്ക് ധൈര്യം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തിന്മകളില്ലാത്തൊരു ജീവിതം കൂടി നയിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നതെന്നറിയാം? നമുക്ക് ശരിക്കും ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയാം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ മഹത്വം അനുസരിച്ച് അത് മനസ്സിലാക്കി അള്ളാഹുള്ള വിശ്വാസവും ഈമാൻ കാര്യങ്ങളിലുള്ള വിശ്വാസവും ദൃഢീകരിച്ച് മരണചിന്തയോടുകൂടി അള്ളാഹുവിലേക്കുള്ള ആരാധനകൾ നിലനിർത്തി മനസ്സാക്ഷി കുത്തില്ലാതെ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ഞാനൊരു മുസ്ലിമാണ് എന്ന് എല്ലായിടത്തും പ്രഖ്യാപിച്ചുകൊണ്ട്, എല്ലായിടങ്ങളിലും മുസ്ലിമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാണ്. അങ്ങനെ നമ്മളെ വീട്ടിന്റെ ഒരു ഹാളിലേക്ക് നമ്മളെ മയ്യത്തങ്ങ് എടുത്ത് കടത്തി വെള്ള പുതച്ചിട്ട് എല്ലാവരും വന്ന് കണ്ട് മറക്ക് എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി കഫം കുട അണിയിച്ചിട്ട് പള്ളിക്കാട്ട് കണ്ട് കൊണ്ടുപോയിട്ട് കുഴിക്കപ്പെട്ട കബറിന്റെ അകത്തേക്ക് വെച്ചിട്ട് മൂടുകല്ലും വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് മണ്ണുകളെ ആ കബറിലേക്ക് എല്ലാവരും തിരിച്ചു നിറച്ച് തസ്ബീത്തും ചൊല്ലി എല്ലാവരും തിരിച്ചു പോരുമ്പോ നമ്മളൊറ്റക്കാകുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതം വരെ ഈ ദീനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ദീനിൽ മുറുകെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടാതെ വരും. അവിടെ മുതൽ ശിക്ഷയുടെ തുടക്കമാവും നമുക്ക്. അതില്ലാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഖബറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഞാൻ ജീവിച്ചിരുന്നു ഇവിടെയെന്ന് നമ്മുടെ ചില അടയാളപ്പെടുത്തലുകൾ നടത്താൻ, ദീനിയായ അടയാളപ്പെടുത്തലുകൾ കുടുംബത്തിനകത്തും നാട്ടിലും നടത്തി പറ്റുമെങ്കിൽ ഖബറിൽ കിടക്കുമ്പോഴും ദുനിയാവിൽ നിന്ന് വറ്റാത്ത പ്രതിഫലത്തിന്റെ കലവറ നമ്മുടെ ഖബറിലേക്ക് ഒഴുക്കാനുള്ള സ്വതഖത്തുൻ ജാരിയായി, മക്കളുടെ പ്രാർത്ഥനകളായി, നമ്മൾ ചെയ്തു വെച്ച നന്മകളായി നമുക്ക് എന്ത് ചെയ്യണം, കിട്ടേണ്ടതുണ്ട്. അതിന്റെ പരമാവധി മരണത്തിന്റെ മുമ്പ് ചെയ്യാനുള്ളതൊക്കെ അലസതയില്ലാതെ, മടിയില്ലാതെ, അറിവ് കുറവില്ലാതെ, അറിവ് വർദ്ധിപ്പിച്ചെടുക്കേണ്ടതെടുത്ത് വർദ്ധിപ്പിച്ചെടുത്ത് സജീവമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരൊറ്റ കാര്യം കൂടി ഒരു മിനിറ്റെടുത്ത് ഞാൻ സൂചിപ്പിക്കണം. ഞാനത് ആമുഖത്തിൽ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്, സ്വാഭാവികമായിട്ടും മറന്നുപോയതാണ്. എന്ന് പറഞ്ഞാൽ വരുന്നത് കാസർകോട്ട് നിന്നാണ്. ഞാനൊരു പാലക്കാട്ടുകാരൻ, അപ്പൊ താമസം കാസർകോടാണ്. ഞാൻ നിൽക്കുന്ന മഹലിൽ നിന്നുള്ള കമ്മിറ്റി ഭാരവാഹികൾ 2 ആളുകൾ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു മഹലിന്റെ നടത്തിപ്പിന് നിങ്ങളുടെ നാട്ടിൽ നിന്നും വല്ല സ്വതക്കയും കിട്ടുമെങ്കിൽ അതുമായി പോകാം എന്നുള്ള നിലക്കാണ് എന്റെ കൂടെ അവർ 2 പേരും വന്നിട്ടുള്ളത്. ഒരു മഹലിലാണ് അത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കൽ, നിങ്ങൾ സ്വതക്ക നൽകൽ നിർബന്ധമൊന്നുമില്ല, കൊടുക്കുകയാണെങ്കിൽ നിയ്യത്ത് വെക്കേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു മഹലിലാണ്, ഒരു ജുമാഅത്ത് പള്ളിയും 2 നിസ്കാര പള്ളി, അങ്ങനെ 3 പള്ളി ഉണ്ട് അവിടെ. ആ 3 പള്ളിയിലും 5 നേരം ജമാഅത്ത് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മഹലിന്റെ ഉൾപ്പങ്ങൾ കൊടുക്കുന്ന ഒരു 10 റുപ്യ ആണെങ്കിൽ ആ 10 റുപ്യ കൊടുക്കുമ്പോൾ 15 നേരത്തെ ജമാഅത്തിന്റെ കൂലിയാണ് നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമല്ല, കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നീ 15 നേരം ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും, 15 നേരം അവിടെ ജമാഅത്ത് നടക്കും. അത്രയും ആളുകളെ നിസ്കാരവും ജമാഅത്തിന്റെ കൂലിയും നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക കൊണ്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന നിയ്യത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 1. 2, അവിടെ എല്ലാ ആഴ്ചയും ജുമാ നടക്കുന്നുണ്ട്. പള്ളി നിറയങ്ങളെക്കാളും കുറച്ച് വലുപ്പം കൂടിയുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ നിറയെ ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾ സ്ത്രീകളായിട്ടുണ്ടാവും. അവരെ ഖുത്ബ കേട്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് പോയി അവർ ദീൻ അവിടെ നടപ്പിലാക്കുന്നു. ഒരു 70 കുട്ടികൾ, 75 കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ എന്നും രാവിലെ ഞായറാഴ്ച മാത്രം ഒഴികെ 1.5 മണിക്കൂർ മദ്രസ നടക്കുന്നു. ഓല ഓതുന്ന, ഓല പഠിക്കുന്ന, ഓല ജീവിതം മാറുന്ന പ്രതിഫലവും നിങ്ങൾ മനസ്സിൽ കാണണം. എല്ലാ ബുധനാഴ്ചയും ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു 40 ആൾക്കാർ ഖുർആൻ ക്ലാസ്സിനുണ്ടാവും. അതും നിങ്ങൾ മനസ്സിൽ കാണണം. എല്ലാ ഞായറാഴ്ചയും നമ്മളെ കൗമാരക്കാരികൾക്കും വേണ്ടിയിട്ട് ക്ലാസ്, ഒരു സിയാറി എന്നുള്ള സംവിധാനം അവർക്ക് മതം പഠിക്കാൻ വേണ്ടി അവിടെ നടക്കുന്നുണ്ട്. ഈ 3 പള്ളികൾ, ഒരു പള്ളി മഗ്രിബ് മുതൽ ഒരു ഇശാ കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഖുർആൻ പഠിക്കാൻ, കുറച്ച് കുട്ടികൾ ഒരുമിച്ചെത്തി ഖുർആൻ പഠിക്കാൻ, മുഴുവനായി ഹിഫ്ളാക്കാൻ പറ്റില്ല, പറ്റുന്നതിടത്തോളം പോകാൻ വേണ്ടി ഒരു 10, 30, 20 പുറമെയുള്ള ഒരു കുട്ടികളും എല്ലാ ദിവസവും വന്ന് 2 ദിവസം ഒഴിവുള്ള ബാക്കി 5 ദിവസം അവരത് പഠിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ക്ലാസുകൾ വേറെ നടക്കുന്നുണ്ട്, തജ്വീദ് ക്ലാസ് നടക്കുന്ന. അൽഹംദുലില്ലാ, ഇതിലേക്ക് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് എന്നുള്ള നിലക്കാണ്. ഒരു മാസം ഏകദേശം അവിടെ മഹലിൽ പോകാൻ 1 ലക്ഷം റുപ്യ വേണം. അവിടെ 45-50 റുപ്യോളം അവിടുത്തെയും ഒക്കെയായിട്ട് പിരിഞ്ഞു കിട്ടും. ബാക്കിയുള്ള ഒരു 50,000 എല്ലാ മാസവും അങ്ങനെ എന്ത് ചെയ്യും, പിന്നെ ഒരു 50-55 റുപ്യ എല്ലാ മാസവും അങ്ങനെ ബാക്കി പെൻഡിങ്ങിൽ ഇങ്ങനെ വരും. ഒരു കൊല്ലത്തേക്ക് അത് അത്രയും തുക, ഒരു 6 ലക്ഷം റുപ്യ ഒരു പുറമേന്ന് കണ്ടെത്തേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിലേക്കാണ് നമ്മൾ സ്വതക്ക സ്വീകരിച്ചിരിക്കുന്നത്. കൊടുക്കല്
ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമില്ല. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നീയത്തൊക്കെ വെച്ച് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ സ്വതക്കകളും സക്കാത്തുകളും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയും അല്ലാഹു യഥാർത്ഥത്തിൽ പൂർണ്ണതയിൽ സ്വീകരിക്കുകയും റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ധാരാളമായി സ്വതക്ക ചെയ്യാനുള്ള മനസ്സും സാമ്പത്തികാവസ്ഥയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കൊടുത്തത് എടുത്തു പറയാതിരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണമേ റഹ്മാനെ. നീ പറഞ്ഞിട്ടുണ്ട്, അറബികൾ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ ഞങ്ങൾ നൽകിയ സ്വതക്കയെ നീ സ്വർഗത്തിൽ വളർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് തരുമെന്ന് റഹ്മാനെ. ഞങ്ങൾ കൊടുക്കുന്ന സ്വതക്കകളെ ഇഖ്ലാസുള്ള സ്വതക്കകളാക്കി മാറ്റി നീ വളർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നീ സമ്മാനമായി സ്വർഗത്തിൽ അത് നീ തിരിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാഥാ, കഷ്ടതകളും ദുരിതങ്ങളും നീക്കി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, റമദാൻ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ അരയും തലയും മുറുക്കിക്കെട്ടി ഇറങ്ങേണ്ട ഒരു സമയമാണ്. ഞങ്ങൾക്ക് നീ സമയത്തിൽ ബർക്കത്തും കർമ്മങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥയും സന്നദ്ധതയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഞങ്ങൾക്ക് വേണ്ടി ഭാര്യമാരായും സഹോദരിമാരായും ഉമ്മമാരായും മക്കളായും പല റോളുകളിലും അവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അടക്കം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവർക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് വിവരവും വിദ്യാഭ്യാസവും മത ഇൽമും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് പാരത്രിക ലോകത്തിൽ നീ സ്വർഗം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നീയാണ് മനസ്സിന് ഈമാൻ നൽകി വാർദ്ധക്യം ആരാധനകൾക്ക് തടസ്സമില്ലാത്ത രൂപത്തിൽ റമളാനിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് നീ തോക്കത്തിന് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കടം കൊണ്ട് ബന്ധപ്പെട്ടവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. പലിശയുമായി അറിഞ്ഞോ അറിയാതെയോ ബന്ധപ്പെട്ടവരുണ്ട്. നാഥാ, കടം ഞങ്ങൾക്ക് നീ വീട്ടിൽ തരണമേ റഹ്മാനെ. ഹറാമാകുന്ന പലിശയിൽ നിന്നും അകന്നു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ധന്യമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ സമ്പന്നത കൈവരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ ആളുകൾ സമീപിക്കാവുന്നതാണ്. സ്ത്രീകളുടെ ഭാഗത്തും നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൈപ്പറ്റി ഏൽപ്പിക്കുകയാണെങ്കിൽ നന്നാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.